നമുക്ക് ഒരു ലോട്ടറി ടിക്കറ്റ് തന്ന ഒരാളെ ഞാൻ മരിക്കുവോളം ഓർമ്മിക്കും, ആ ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതേപോലെ എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ വിമർശിച്ച ആളോ എന്നെ വലിച്ചു താഴെയിട്ട ആളെയോ ഓർക്കാൻ ശ്രമിക്കാറില്ല. അതെന്നും എൻ്റെ ശത്രുപാളയത്തിലായിരിക്കും ആളുകൾ. ഇപ്പോൾ രാമായണമായാലും മഹാഭാരതമായാലും മാർക്കണ്ഡേയ പുരാണത്തിലെ ഏടുകളായാലും വായുപുരാണം, ഏത് പുരാണമാവട്ടെ, ഇതിഹാസമാവട്ടെ, ഇതൊക്കെ നമ്മൾക്ക് കൈമാറിയത് ഒരുപാട് ശാസ്ത്ര തത്വങ്ങളെയാണ്. ശരിക്കും അന്ന് തന്ത്രശാസ്ത്രം നമ്മൾക്ക്, അല്ലെങ്കിൽ ആഗമശാസ്ത്രങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തിയ ക്ഷേത്രം എന്ന ആ മഹാപ്രസ്ഥാനം ഇന്ന് വെറും അന്ധവിശ്വാസത്തിൻ്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജെയിംസ് വെബ് പറയുന്നതും ഡാർക്ക് ഹോൾ സിദ്ധാന്തം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും ഒക്കെ നമ്മുടെ പുരാണങ്ങളിലൂടെ വെറുതെ ഒന്ന് പോയാൽ നമുക്ക് യഥേഷ്ടം ശാസ്ത്ര സത്യങ്ങൾ ലഭ്യമാണ്. പശുത്വ ബോധമുള്ള അഷ്ടപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ട ഞാൻ ആ പാശങ്ങളെ അഴിച്ചു മാറ്റിയാൽ ഞാനൊരു വീരൻ എന്ന ഭാവം എന്നിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആർത്തവ കാലത്ത് ഈശ്വരനെ ചിന്തിക്കാൻ പേടിച്ച ആളുകളുണ്ടായിരുന്നു, ചിന്തിക്കാൻ പേടിച്ച ആളുകൾ. യഥാർത്ഥത്തിൽ ആ ആർത്തവ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ തന്നിലെ ഈശ്വരൻ വിരിഞ്ഞു നിൽക്കുന്നതെന്ന് പോലും അവർക്ക് തിരിച്ചറിവുണ്ടായി. ഒരു പരിധിവരെ യൂണിവേഴ്സിൽ നോക്കിയാൽ നമ്മുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ജസ്റ്റ് ബി ഫ്രീ ആൻഡ് വാച്ച് ദ നേച്ചർ. നമസ്തേ, എല്ലാവർക്കും യതീഷിലേക്ക് വീണ്ടും സ്വാഗതം. തുടക്കം നമ്മൾ തുടങ്ങിയ ഒരു മഹത് വ്യക്തിയായി വീണ്ടും ഇന്ന് നമുക്ക് കുറേ കാലത്ത് അന്വേഷണത്തിനിടയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. പലതവണ ഞങ്ങൾ ഫിക്സ് ചെയ്തു, പലതവണ നടന്നില്ല. നമ്മൾ ഇൻഡോർ ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. ഔട്ട്ഡോർ ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമാകുമ്പോൾ നടക്കും എന്നുള്ള ഒരു വിശ്വാസം എന്നുള്ളതുപോലെ തന്നെ ഇന്നും അതിൻ്റെ സമയം വന്നു. അതേറ്റവും യാദൃശ്ചികമെന്ന് പറയാൻ സാധിക്കില്ല. അവിനാശ്ജിയുമായിട്ടുള്ള ബന്ധം നമ്മൾ തുടങ്ങുന്നത് നവദുർഗ ഉപാസന എന്നുള്ളൊരു ക്ലാസ്സുമായി അനുബന്ധമായിട്ടാണ്. അത് വീണ്ടും വന്നിരിക്കുകയാണ് ഒക്ടോബറിൽ. അപ്പോൾ അതിന് മുന്നോടിയായി തുടക്കത്തിൽ നമ്മൾ ലളിതാ സഹസ്രനാമ ഉപാസനയെക്കുറിച്ച് സംസാരിക്കുകയും അവിനാശ്ജിയുടെ ജീവിത യാത്രയെക്കുറിച്ച് കുറച്ചൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇന്ന് അവിനാശ്ജി വളരെ കേരളത്തിൽ അറിയപ്പെടുന്ന രീതിയിലേക്ക് വളർന്നതും ഒക്കെ നമ്മൾ കൺമുന്നിലാണ്. ഒത്തിരി ആളുകളുടെ, അല്ലെങ്കിൽ ഉപാസകരെന്ന്, അല്ലെങ്കിൽ സ്പിരിച്വൽ സീക്കേഴ്സ് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ആ പന്ഥാവിലുള്ള ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള ഒരുപാട് ഇടപെടലുകളും അധ്യാപനമാവട്ടെ, അതുപോലെ ഒരു സഹോദരനെ പോലെ ആയിക്കോട്ടെ, ഒരു അച്ഛനെ പോലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ പോലെ ആയിക്കോട്ടെ, എല്ലാവിധ ഇടപെടലുകളും നടത്തുന്നത് അവൾ നേരിട്ട് കാണാനും അത് അനുഭവിക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടായ ഒരാളെന്ന നിലയ്ക്ക് ഇന്ന് വളരെ സന്തോഷപൂർവ്വം അവിനാശ്ജിയെ യതീഷിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അവിനാശ്ജി, നമസ്തേ. നന്ദി. നമസ്തേ. നമ്മൾ ആദ്യം ഒരു തവണ ചെയ്തു, അത് ക്യാമറ പതിഞ്ഞില്ല, അല്ലേ? അതെവിടെ പോയി. പിന്നെ നമ്മൾ വീണ്ടും ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. പിന്നെ നമ്മൾ ചെയ്തു, അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു. ഒത്തിരി പേര് സ്നേഹത്തോടെയും ആദരവോടുകൂടി, അല്ലെ, വളരെ കുറഞ്ഞ വിരലെണ്ണാവുന്ന 1-2 കമൻറ്റ് ഒഴികെ ബാക്കി 99% വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റാണ്. ഈ സ്പിരിച്വൽ സീക്കേഴ്സിന് വേറൊരു രീതിയിലുള്ള പഠനം, അല്ലെങ്കിൽ വളരെ വിശാലമായി പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അങ്ങയുടേതായ ഒരു സ്വതസിദ്ധമായ ശൈലി അങ്ങ് കൊണ്ടുവരുണ്ടായി. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞൊരു അല്ലേ, നമ്മൾ ആൾമോസ്റ്റ് സെയിം ഒരു 1 ഇയർ, എക്സാക്ട്ലി 1 ഇയർ ആയിട്ടുണ്ടാവും. 2024 നമ്മൾ കാണുന്നത്, സംസാരിക്കുന്നത്. എന്താണ് അങ്ങയുടെ ഫീലിംഗ്? ആദ്യമേ വലിയ സന്തോഷം തോന്നുന്നു. കാരണം ആധ്യാത്മികത എന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടും ആത്മാവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടും ഞാൻ കണ്ടെത്തിയ ഒരു മാർഗമാണ്. ജീവിതത്തിൽ പല വെല്ലുവിളികളിലൂടെയും നടന്നു പോകുന്ന സമയത്ത് ഒരു അത്താണി എന്ന നിലയിലാണ് ഞാൻ ആധ്യാത്മികതയെ പരിചയപ്പെടുന്നത്, അവിചാരിതമായിട്ട്. പക്ഷേ പ്രകൃതിക്കൊരു നിയമമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഈ ഒരു ഭാവമാറ്റത്തിലാണ്. ഇന്നും എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഈ രൂപത്തെ അംഗീകരിക്കുന്നില്ല. കാരണം അവർക്ക് അറിയുന്ന ഒരു ഞാൻ എന്ന് പറഞ്ഞാൽ സാധാരണ കുടുംബസ്ഥനായി ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും വെല്ലുവിളികളും ഉയർച്ചയും താഴ്ചയും സമൃദ്ധിയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കുന്ന ഒരാൾ.
ആ ആളിൽ നിന്ന് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത എപ്പിസോഡ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റിലൂടെ അവർ കാണുന്നത് ഒരു 360 ഡിഗ്രി മാറിയ ഒരു വ്യക്തിയാണ്. ഇതെപ്പോൾ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് എല്ലാവരും ക്യൂരിയോസിറ്റി ആയിട്ട് ചോദിച്ചത്. പക്ഷേ ഉത്തരം എൻ്റെ ഉള്ളിൽ സ്പഷ്ടമാണ്. കാരണം ഇത് എൻ്റെ കൂടെ ഉണ്ടാവാൻ തുടങ്ങിയത് എൻ്റെ കൗമാരം മുതലുണ്ട്. പക്ഷേ അത് പ്രേംജി പറഞ്ഞതുപോലെ ലോകത്തിലേക്ക് അത് അവതരിപ്പിച്ചത് യതീഷ എന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ്. കഴിഞ്ഞ ആ ഒരു പോഡ്കാസ്റ്റിലൂടെയാണ് എൻ്റെ ഉള്ളിലുള്ള ആധ്യാത്മികതയുടെ ആഴത്തെ ജനങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതിനും പ്രകൃതിക്ക് ഒരു കാരണമുണ്ട്. അതിൽ പല ആളുകളുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് ഈശ്വരീയത തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത്. ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളായിട്ടാവാം, നമ്മളെ പഴി പറയുന്ന ആളുകളായിട്ടാവാം, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകളായിട്ടാവാം, ഏത് രൂപത്തിലും വരും. പക്ഷേ ഭൂരിഭാഗം നമ്മൾ ഇന്നത്തെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ നമുക്ക് ഒരു ലോട്ടറി ടിക്കറ്റ് തന്ന ഒരാളെ ഞാൻ മരിക്കുവോളം ഓർമ്മിക്കും, ആ ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതേപോലെ എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ വിമർശിച്ച ആളോ എന്നെ വലിച്ചു താഴെയിട്ട ആളെയോ ഞാൻ ഓർക്കാൻ ശ്രമിക്കാറില്ല. അതെന്നും എൻ്റെ ശത്രുപാളയത്തിലായിരിക്കും ആളുകൾ. പക്ഷേ യഥാർത്ഥ സത്യം ആധ്യാത്മികതയിൽ വന്നപ്പോൾ മനസ്സിലായത് ഇവരൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുന്നതിന് കൃത്യമായൊരു കാരണമുണ്ട്. പക്ഷെ ഞാൻ എന്നും എൻ്റെ നന്മയെ കൊണ്ടുവന്ന ആളെ ഞാൻ ഓർക്കും, തിന്മയെ കൊണ്ടുവന്ന ആളെ ഞാൻ ഓർക്കില്ല. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ആളുകളൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ തന്ന ആളുകളാണ്. അപ്പം ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന പൊസിഷനിൽ അല്ലെങ്കിൽ ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അവരെ നെഞ്ചോട് ചേർക്കുകയാണ് ചെയ്യുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരന്ന് അങ്ങനെ എന്നോട് പെരുമാറിയിട്ടില്ലെങ്കിൽ എന്നിലെ എന്നെ എനിക്ക് ശരിക്കും തിരിച്ചറിയാൻ സാധിക്കില്ലായിരുന്നു. അപ്പം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും വരുന്നത് നമ്മൾ എന്ന വ്യക്തിയെ ശരിക്കും ഉയർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളിലെ ആ ശത്രുതാ മനോഭാവത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ആളുകളെ നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല. അതും ദേവി നമ്മളിലേക്ക് അയക്കണ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാൻ ഒരു പാഠം നമ്മൾക്ക് ചൊല്ലിത്തരാൻ വേണ്ടിയിട്ട് അയക്കുന്ന ഒരു 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 രൂപമായിരിക്കാം. അപ്പം കഴിഞ്ഞ ഈ ഒരു വർഷം നടക്കുന്ന സമയത്ത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം എന്ന ആ ഒരൊറ്റ കോഴ്സ് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3000-ഓളം അമ്മമാരിലേക്ക്, ഗൃഹസ്ഥാശ്രമങ്ങളിലേക്ക്, യുവാക്കളിലേക്ക് വളരെ ആഴത്തിലുള്ള പരിവർത്തനം നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഞാനും ഈ ആധ്യാത്മികതയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ട്, വിഗ്രഹങ്ങളെ കേന്ദ്രീകരിച്ചിട്ട്, ക്ഷേത്ര ആരാധനയെക്കുറിച്ച് കേന്ദ്രീകരിച്ചിട്ട്. അന്നൊക്കെ എത്ര ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും പല വേദികളിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചാലും മനസ്സിന് തൃപ്തികരമായ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എപ്പോഴോ ഈ ഒരു യാത്രയിൽ തെളിഞ്ഞു മുൻപിലേക്ക് വന്നതാണ് യഥാർത്ഥത്തിൽ ക്ഷേത്ര ആരാധന യഥാർത്ഥത്തിൽ തത്വം അറിയാതെ ആചരിച്ചാൽ ഞാൻ എന്ന ജീവിക്ക് അല്ലെങ്കിൽ ഞാൻ എന്ന അസ്തിത്വത്തിന് ഒരു മാറ്റവും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ ക്ഷേത്രങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത രാജ്യമാണ് നമ്മുടേത്. കേരളം എടുത്താൽ തന്നെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ക്ഷേത്ര ആരാധന ചെയ്യുന്ന അല്ലെങ്കിൽ ആ ക്ഷേത്ര സംബന്ധിയായി ജീവിക്കുന്ന ആളുകളുടെ ജീവിത നിലവാരം നോക്കിയാൽ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് കാണുവാൻ സാധിക്കും. അതേ സ്ഥാനത്ത് ഇന്ന് യുവതലമുറ ഇതിലൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രവണത മെല്ലെ ഉയർന്നു വരുന്നത് നമ്മൾ കാണുന്നു. ഇത് രണ്ടും തമ്മിൽ എന്നും കൂട്ടിമുട്ടേണ്ടതാണ്. കാരണം നമ്മുടെ പൂർവികർ നമ്മൾക്ക് കൈമാറിയ ഒരുപാട് വിദ്യകളുണ്ട്. അതൊന്നും വെറും കെട്ടുകഥകളല്ല. ഇപ്പോൾ രാമായണമായാലും മഹാഭാരതമായാലും ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഏടുകളായാലും മാർക്കണ്ഡേയ പുരാണത്തിലെ ഏടുകളായാലും വായുപുരാണം, ഏത് പുരാണമാവട്ടെ, ഇതിഹാസമാവട്ടെ, ഇതൊക്കെ നമ്മൾക്ക് കൈമാറിയത് ഒരുപാട് ശാസ്ത്ര തത്വങ്ങളെയാണ് ശരിക്കും. പക്ഷേ വിദേശ ആക്രമണം അല്ലെങ്കിൽ വൈദേശിക ആക്രമണ കാലഘട്ടത്തെ തുടർന്ന് മെക്കോളിയൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അതിപ്രസരം ഉണ്ടായ കാലം മുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ തത്വ അധിഷ്ഠിത വിദ്യാഭ്യാസം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ ആചരിക്കുന്ന ആചരണം എന്നതിൻ്റെ ശാസ്ത്രീയത നമ്മളിൽ നിന്ന് പോയി. അത് തലമുറകളോളം
അങ്ങനെ തന്നെ ഒരു പ്രോഗ്രഷൻ ഉണ്ടായി. പക്ഷേ അത് ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ എത്തി നിൽക്കുന്ന പൊസിഷൻ, അന്ന് തന്ത്രശാസ്ത്രം നമ്മൾക്ക് അല്ലെങ്കിൽ ആഗമശാസ്ത്രങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തിയ ക്ഷേത്രം എന്ന ആ മഹാപ്രസ്ഥാനം ഇന്ന് വെറും അന്ധവിശ്വാസത്തിൻ്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ക്ഷേത്രങ്ങൾ സമൂഹത്തിൽ ചലനം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു അസ്തിത്വമാണെന്ന വിശ്വാസം എനിക്കില്ല. പക്ഷേ എന്ത് ശാസ്ത്രീയമായ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ ആ നിർമ്മിതി സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ പൂർവികർ അത് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്, അതിൽ നിന്ന് നാം ഒരുപാട് അകലെ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജെയിംസ് വെബും ഹബിളും ഒക്കെ സംസാരിക്കുന്ന ഈ സമയം, ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ സംസാരിക്കുന്ന ഈ സമയം, അത് പഠിക്കുന്ന പ്രകൃതിയെ, പ്രപഞ്ചത്തെ ആ ശാസ്ത്രതത്വങ്ങളിലൂടെ, അതിൻ്റെ ഡയമെൻഷനിലൂടെ കാണുന്ന ഇന്നത്തെ തലമുറയുടെ മുമ്പിൽ ഈ പുരാണങ്ങളൊക്കെ കെട്ടുകഥകളാണ്. പക്ഷേ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇന്ന് ജെയിംസ് വെബ് പറയുന്നതും ഡാർക്ക് ഹോൾ സിദ്ധാന്തം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും ഒക്കെ നമ്മുടെ പുരാണങ്ങളിലൂടെ വെറുതെ ഒന്ന് പോയാൽ നമുക്ക് യഥേഷ്ടം ശാസ്ത്ര സത്യങ്ങൾ ലഭ്യമാണ്. ഇതൊക്കെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത ഒരു പൂർവിക പാരമ്പര്യമാണ് നമ്മൾക്കുള്ളത്. ആ പൂർവികരെ നമ്മൾ ബഹുമാനത്തോടെ ഋഷീശ്വരന്മാരെന്ന് വിളിച്ചു. പക്ഷേ ഇന്ന് പലതും നമ്മൾക്ക് ഈ പറയുന്ന നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണം കാലം, ഓരോ ദേശീയ ഉത്സവങ്ങളും പ്രാദേശിക ഉത്സവങ്ങളും ഒക്കെ ഈ ഋഷീശ്വരന്മാർ ഡിസൈൻ ചെയ്തതാണ്. നമ്മൾ വിചാരിക്കും ഇത് വന്ന് ഭവിച്ചു പോയതാണെന്നാണ്. പ്രകൃതിയും പ്രപഞ്ചത്തിൻ്റെ താളവും നമ്മുടെ ജീവിതത്തിൻ്റെ ആചാരക്രമങ്ങളും ഇഴചേർത്ത് നെയ്തെടുത്ത ഉത്സവങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾക്കുണ്ടായത്. ഭാരതത്തിലെ ഏത് ഉത്സവങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും ശാസ്ത്രീയത അതിൽ സ്പഷ്ടമായി കാണാം. പക്ഷേ നമ്മളെപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ കുടവയറുള്ള ഒരു മാവേലിയും അതിൻ്റെ ഒരു പുരാണ കഥ മാത്രമേ നമ്മൾക്കറിയുള്ളൂ. ഓണക്കാലം പ്രകൃതിയുമായിട്ട് വളരെ ആഴത്തിൽ ബന്ധമുള്ളതാണ്. വിഷുക്കാലം വളരെ ആഴത്തിൽ ബന്ധമുള്ളതാണ്. നവരാത്രി അതിലേറെ ബന്ധമുള്ളതാണ്. ഇന്ന് ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും അധികം ഭാരതീയ ഉത്സവങ്ങൾ പിന്തുടരുന്നുണ്ടെങ്കിൽ നവരാത്രി അതിൽ പ്രഥമ സ്ഥാനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ യാത്രയിൽ ധാരാളം ആളുകളെ അമാവാസിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു. പൗർണമിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു. കാരണം നമ്മുടെയൊക്കെ DNA എന്ന് പറയുന്നത് നമ്മുടെ പൂർവിക DNA ആണ്. തലമുറകളോളം നമ്മുടെ പൂർവികർ അനുഭവിച്ച ദുഃഖങ്ങളും ആഘാതങ്ങളും ഉത്കണ്ഠകളും വെല്ലുവിളികളും ഒക്കെ അവരുടെ ഓർമ്മകളായി നമ്മുടെ ഉള്ളിൽ DNA എന്ന സ്ട്രക്ചറിൽ കുടികൊള്ളുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മളുടെ ഋഷീശ്വരന്മാർ പറഞ്ഞത് തലമുറകളായി എന്നിലേക്ക് പകർന്നു വന്ന ഈ ആഘാതങ്ങൾ, ഈ പറയുന്ന ഉത്കണ്ഠകൾ, അവരുടെ ആശയങ്ങൾ, അഭിലാഷങ്ങൾ, ഇതിനെയാണ് നമ്മൾ പിതൃക്കൾ എന്ന് വിളിക്കുന്നത്. ഈ പിതൃക്കളായി വന്ന നമ്മുടെ ഉള്ളിലേക്ക് വന്ന് ഇരിക്കുന്ന ഈ DNA സ്ട്രക്ചറിൽ നിന്ന് ഞാൻ എൻ്റെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന DNA ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൻ്റെ എണ്ണത്തെ കുറച്ചുകൊണ്ടായിരിക്കണം. അതായത് പണ്ട് മനുഷ്യൻ്റെ പരിണാമം നമ്മളെടുത്ത് നോക്കിയാൽ അവരനുഭവിച്ച സ്ട്രഗിളിൽ നിന്നാണ് ഇന്ന് നമ്മൾ സ്പേസ് ക്രാഫ്റ്റ് പോലും ഡെവലപ്പ് ചെയ്ത് ജനറേഷനായി പരിണാമം സംഭവിച്ചത്. അവിടെയൊക്കെ ഒരു ജനതയുടെ സ്ട്രഗിൾസിലൂടെയാണ് നമ്മൾ വന്നത്. അപ്പം നമ്മളും ആ ചങ്ങലയുടെ ഒരു ഭാഗമാണ്. അടുത്ത ചങ്ങല കണ്ണിയിലേക്ക് ഞാനിത് പാസ് ചെയ്യുമ്പം എൻ്റെ തൊട്ട് മുൻപേയുള്ള തലമുറ അനുഭവിച്ച സ്ട്രഗിളിൽ നിന്ന് ഒരുപാട് സ്ട്രഗിള് ഞാൻ ഇല്ലാതാക്കിയതിന് ശേഷം, അവരുടെ ഒരുപാട് ട്രോമാസ് എന്നിൽ ഇല്ലാതാക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഹെറിഡിറ്ററി പാസ് ഓൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനാണ് യഥാർത്ഥത്തിൽ ആചാരങ്ങളും ഉപാസനകളും സാധനകളും ഒക്കെ ഋഷീശ്വരന്മാർ നമ്മൾക്ക് തന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഭാരതത്തിൽ നോക്കിയാൽ ഉത്തരേന്ത്യയെ താരതമ്യം ചെയ്ത് ദക്ഷിണേന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ ഉപാസനാ പാരമ്പര്യം വളരെ കുറവാണ്. ഇത് എൻ്റെ ഒരു ധാരണയാണ്, തെറ്റായിരിക്കാം ശരിയായിരിക്കാം, പക്ഷേ എൻ്റെ ഒരു കണ്ടെത്തലാണ്. കാരണം നമ്മൾക്ക് ഭക്തിക്ക് ഒരു കുറവുമില്ല. തന്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഭക്തി എന്നുള്ളത് ഒരു സമർപ്പണ മനോഭാവമാണ്. അവിടെ എല്ലാം ഞാൻ പ്രകൃതിക്ക് വിട്ടുകൊടുക്കും. ഭക്തിയുടെ ഒരു ഏറ്റവും വലിയൊരു തലം അതാണ്. പക്ഷെ തന്ത്രത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അതാണ്. കാരണം നമ്മുടെ വിധിയുടെ വിധാതാവ് ഞാൻ തന്നെയാണ്, എൻ്റെ വിധിയുടെ ഈശ്വരൻ ഞാൻ തന്നെയാണെന്നാണ് തന്ത്രത്തിൻ്റെ കൺസെപ്റ്റ്. അതായത് പശുത്വബോധമുള്ള അഷ്ടപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ട ഞാൻ ആ പാശങ്ങളെ അഴിച്ചു മാറ്റിയാൽ ഞാനൊരു വീരൻ എന്ന ഭാവം എന്നിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ വീരഭാവത്തിൽ ഞാൻ പ്രകൃതിയെ അല്ലെങ്കിൽ എൻ്റെ പ്രപഞ്ചത്തെ എതിരിടാൻ അല്ലെങ്കിൽ ഇടപഴകാൻ ശ്രമിച്ചാൽ
എനിക്ക് എൻ്റെ വിധിയെ മാറ്റിമറിക്കാൻ സാധിക്കും. ഇതാണ് തന്ത്രത്തിൻ്റെ കൺസെപ്റ്റ്. അതായത് പരിവർത്തനം തന്നിലൂടെയാണ്. ഭക്തിയിൽ നേരെ അത് സമർപ്പണമാണ്. പ്രകൃതി എന്ത് നിശ്ചയിച്ചാലും ഞാനത് ആക്സെപ്റ്റ് ചെയ്തോളാം. അത് തെറ്റ് എന്ന് പറയില്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ചിന്താഗതി, ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ അതിപ്രസരം നമ്മുടെ ഉള്ളിലേക്ക് വന്നത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ ഇത്രയധികം വന്നു ചേരാൻ കാരണം, എല്ലാം ഞാൻ വിദേശികളുടെ തലയിലിടുന്നു എന്ന് ചിലപ്പോൾ ആരോപണം വരാം. പക്ഷേ നമ്മുടെ സമൂഹം പുരോഗമിച്ച ആ ഒരു ചരിത്ര വഴിയിൽ നമ്മൾ പോയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ വിദേശ ആക്രമണത്തിൻ്റെ ഒരുപാട് ആഘാതങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച സമയത്ത്, നമ്മൾക്ക് ദൈനംദിന ആചാരങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെട്ട സമയത്ത്, കാരണം എല്ലാവർക്കും അറിയുമെന്നറിയില്ല, നമ്മുടെ അമ്മമാർ പോലും പൂണൂല് ധരിച്ച പാരമ്പര്യമുള്ളതാണ് നമുക്ക്. പക്ഷേ ഇന്നത്തെ തലമുറയോട് അത് പറഞ്ഞാൽ അവർ അതിശോക്തിയോട് നോക്കും. സ്ത്രീകൾ പൂണൂല് ധരിച്ചിട്ടുണ്ടോ? സ്ത്രീകൾ പൂണൂല് ധരിച്ച് നിത്യസന്ധ്യാവന്ദനം അവരവരുടെ അർദ്ധാംഗിനിയോ അല്ലെങ്കിൽ അർദ്ധാംഗിൻ്റെ കൂടെ ചെയ്ത പാരമ്പര്യമുള്ള ആളുകളാണ് നമ്മൾ. പക്ഷേ അതുപോലും ചോദ്യം ചെയ്യപ്പെട്ട സമയത്ത്, സ്ത്രീകളുടെ സുരക്ഷയെ ചോദ്യം ചെയ്ത സമയത്താണ് സ്ത്രീകൾ ഇതിൽ നിന്നൊക്കെ സമൂഹം മാറ്റി നിർത്തപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ അന്ന് വരെ ഭാരതീയ പാരമ്പര്യത്തിൽ സ്ത്രീ ആരാധ്യ ദേവതയാണ്. കുറച്ചുകൂടെ മുൻപോട്ട് പോയി ഞാൻ ചിലപ്പോൾ വിപ്ലവാത്മകമായി പറഞ്ഞാൽ, അങ്ങനെ ഒരു സമൂഹത്തിൽ ആരാധ്യ ദേവതയുടെ പൊസിഷനിൽ വിരാജിച്ചിരുന്ന സ്ത്രീത്വം, ആ പൊസിഷനിൽ നിന്ന് ഇറങ്ങി 4 ചുവരുകൾക്കുള്ളിലേക്ക് അവളുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യപ്പെട്ട സമയം മുതൽ, അവൾ 4 ചുമരുകൾക്കുള്ളിലായ സമയം മുതൽ അവൾ സൃഷ്ടിച്ച സൃഷ്ടികൾ, അതായത് അവരെ അന്ന് മുതൽ പ്രസവിക്കാൻ തുടങ്ങിയ സൃഷ്ടികൾ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തതും, തൊട്ട് മുൻപേ സ്വതന്ത്രയായി ഒരു ദേവതാ സമാനയായി സമൂഹത്തിൽ വിരാജിച്ച സമയത്ത് അവൾ പ്രസവിച്ച കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങൾ സമൂഹത്തിന് സംഭാവന ചെയ്തതും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം, ഇന്ന് സമൂഹം അനുഭവിക്കുന്നതിൻ്റെ ആ ആഘാതത്തിന് കാരണം സ്ത്രീത്വത്തിൻ്റെ ട്രോമാസാണ്, അവരനുഭവിക്കുന്ന യാതനകളാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് സമൂഹത്തെ, ഒരു സൃഷ്ടിപരമായ ക്രിയേറ്റീവായ സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ എവിടെ പൂജിക്കപ്പെടുന്നുവോ അവിടെ യഥാർത്ഥത്തിൽ ഈശ്വരീയമായ തലം സൃഷ്ടിക്കപ്പെടും. അതിന് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നവരാത്രിയിൽ ശരിക്കും എന്താ, നവദുർഗ എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ സ്ത്രൈണ കോൺഷ്യസ് അല്ലെങ്കിൽ ഫെമിനൈൻ കോൺഷ്യസിൻ്റെ 9 ഡയമെൻഷനാണ് ശരിക്കും. ഈ 9 ഡയമെൻഷൻസിൻ്റെ എൻഹാൻസ്മെൻ്റാണ് ശരിക്കും ഈ 9 രാത്രികളിലൂടെ സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് നവരാത്രി എന്ന് പറഞ്ഞാൽ 9 ദിവസങ്ങളിൽ 3 ദേവതകളെ മാത്രം ഉപാസിക്കുന്ന 9 കേരളീയരെ സംബന്ധിച്ചിട്ട് ഞാൻ എന്നും കളി പോലെ പറയാറുണ്ട്, നവരാത്രി വ്രതം അല്ലെങ്കിൽ നവരാത്രി കാലം പച്ചക്കറി തിന്നാം, 10 ദിവസം നമ്മൾ മീനും ഇറച്ചിയൊന്നും കഴിക്കില്ല, പച്ചക്കറി കഴിക്കും. പിന്നെ അഷ്ടമി, നവമി, ദശമി ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളൊക്കെ പരമാവധി, കാരണം സ്കൂളുകൾ കുട്ടികൾക്ക് 3 ദിവസം അവധിയാണ്, അതുകൊണ്ട് തന്നെ ആ 3 ദിവസം പരമാവധി ക്ഷേത്ര ദർശനം ഒക്കെ നമ്മൾ ചെയ്യും. ഒരു ശരാശരി ഹിന്ദുവിൻ്റെ നവരാത്രി ആഘോഷം ഇവിടെ തീരും. പക്ഷേ ഋഷീശ്വരന്മാർ നമ്മൾക്ക് തന്ന വിദ്യ അതല്ല. ഈ 9 ദിവസവും നമ്മൾ നമ്മുടെ ബോധതലത്തിൽ ശരിക്കും 2 പോളുണ്ട്, ഡുവൽ പൊളാരിറ്റി ഉണ്ട് നമുക്ക് ശരിക്കും ബോധത്തിന്, കോൺഷ്യസിന്. ഒന്ന് മാസ്കുലിൻ കോൺഷ്യസ് പ്ലസ് ഫെമിനൈൻ കോൺഷ്യസ്. നവരാത്രിയിൽ നമ്മൾ ചെയ്യുന്നത് ആ ഫെമിനൈൻ കോൺഷ്യസിൻ്റെ 9 ഭാവങ്ങളെ നമ്മൾ എൻഹാൻസ് ചെയ്തിട്ട്, മാസ്കുലിൻ കോൺഷ്യസ് എന്താണ് ചെയ്യുക, അതിനെയാണ് നമ്മൾ പുരുഷ ചൈതന്യം അല്ലെങ്കിൽ ആത്മചൈതന്യം എന്ന് വിളിക്കുക. ഇപ്പോൾ ഉദാഹരണം ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ വളരെ രസകരമാണ്. നമ്മൾ ഇന്ന് എല്ലാവരും വറീഡായ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഈ മാസ്കുലിൻ കോൺഷ്യസ്നെസ് ആണ് ശരിക്കും. സമൂഹം എന്ന രീതിയിൽ ചിന്തിച്ചാൽ സമൂഹത്തിൻ്റെ മാസ്കുലിൻ കോൺഷ്യസിനെയാണ് നമ്മൾ എൻഹാൻസ് ചെയ്യുന്നത്. അവിടെ ഭാവിയിൽ ഇല്ലാതെ പോകുന്ന ഏറ്റവും വലിയൊരു ഡേഞ്ചർ ഫെമിനൈൻ കോൺഷ്യസ് ആയ ഇമോഷണൽ തലം സമൂഹത്തിന് നഷ്ടപ്പെടും AI വന്നു കഴിഞ്ഞാൽ. ആഫ്റ്റർ ഓൾ മനുഷ്യരാശി അല്ലെങ്കിൽ മാൻകൈൻഡ് നോക്കുന്നത് എപ്പോഴും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വീട്ടിൽ ചെന്നിരുന്നാൽ സ്വസ്ഥത, ശാന്തത, സമാധാനം. ഇത് നമ്മൾക്ക് ഒരിക്കലും ഒരു മെക്കാനിക്കൽ എൻറ്റിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഈവൻ കമ്പ്യൂട്ടേഴ്സ് ഓർ AI ജനറേറ്റഡ് എന്ത് റോബോട്ടിക്സിന് വേണമെങ്കിലും ഈ ഒരു മാനസിക അവസ്ഥ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ടെമ്പററി വെർച്വൽ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നല്ലാതെ ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് മനുഷ്യൻ്റെ പ്രജ്ഞയെ നയിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധ്യമല്ല. ഇവിടെയാണ് സ്റ്റിൽ ആധ്യാത്മികതയ്ക്ക്
അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിക്ക് ഒരു വലിയ റോള് സമൂഹത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഭാരതത്തിൻ്റെ റോളും അവിടെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. നമ്മളിപ്പോൾ പൊളിറ്റിക്കലി പറയും ഈ ഒരു സമയം ഭാരതം എല്ലാ ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നതാണ്, നമ്മളാണ് ലീഡിങ് പൊസിഷനിൽ എത്തുക, എക്കണോമി വൈസ് 3rd പൊസിഷനിൽ നമ്മൾ ഷൂട്ടപ്പ് ചെയ്യുകയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കിയാൽ സമൂഹത്തിൽ എല്ലാ സ്ഥലത്തും ഒരു ആധ്യാത്മികതയുടെ ഉണർവ് നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ടാവും. എവറി മോഡ്. ഇപ്പം നേരത്തെ നമ്മൾ ഈ പറയുന്ന പോലെ ക്ഷേത്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു റൈസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ഇങ്ങനെ സ്പിരിച്വൽ ആയ പേഴ്സണാലിറ്റീസ് വരുന്നു. അവർ ബിഗർ എന്താ പറയുക ക്രൗഡ്സിനെ പുള്ള് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ശ്രീ ശ്രീ രവിശങ്കർ ജിയെ നോക്കുക, മാതാ അമൃതാനന്ദമയി അമ്മയെ നോക്കുക, സദ്ഗുരു എന്ന പേഴ്സണാലിറ്റിയെ നോക്കുക, ശ്രീ എം എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയെ നോക്കുക. ഇങ്ങനെ വൈഡ് വെറൈറ്റീസ് ഓഫ് പേഴ്സണാലിറ്റീസ് ആർ കമ്മിങ് ഇൻ ആൻഡ് ഹ്യൂജ് ക്രൗഡ്സ് ആർ എന്താ പറയുക അട്രാക്റ്റഡ് ടുവേർഡ്സ് ദം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അത് ഇൻഡിവിജ്വൽ ആ ഒരു പേഴ്സണിൻ്റെ മാത്രം സൃഷ്ടി എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല, ഓറ എന്ന് മാത്രം പറയാൻ സാധിക്കില്ല. ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിൽ ലോകത്തിലെ ഏത് സംസ്കാരങ്ങൾ എടുത്തു നോക്കിയാലും പുരാതനമായ സംസ്കാരങ്ങൾ ഏറെക്കുറെയൊക്കെ നശിച്ചു കഴിഞ്ഞു. അസേറിയൻ, സുമേറിയൻ, മെസപ്പൊട്ടോമിയൻ ഒക്കെ, ചൈന ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി ആകെ നമുക്ക് പുരാതന സംസ്കാരത്തിൽ പറയാൻ പിടിച്ചു നിൽക്കാൻ ബാക്കിയുള്ളത് ഭാരത സംസ്കാരമാണ്. അവിടെ നമ്മുടെ ഋഷീശ്വരന്മാർ തന്ന ഒരുപാട് ശാസ്ത്രീയമായ വശങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതായത് ദ ജെംസ് ഓഫ് ഫോർ ദ മാൻകൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരാശിയുടെ, ഇനിയിപ്പോൾ നമ്മൾ മാനവ രാശിയുടെ രീതിയിൽ തന്നെ ചരിത്രം എടുത്തു നോക്കിയാൽ മനുഷ്യൻ്റെ പരിണാമം, ദ എവല്യൂഷൻ സ്റ്റാർട്ടഡ് ഫ്രം ദ ഇൻവെൻഷൻ ഓഫ് ഫയർ അല്ലേ? നമ്മൾ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ അങ്ങനെയാണ്. നേരെ നമ്മൾ ആധ്യാത്മികമായി നമ്മുടെ അടിത്തറയായ വേദഗ്രന്ഥങ്ങളിൽ പോയി നോക്കിയാലും നമുക്കിത് കാണാൻ സാധിക്കും. കാരണം മനുഷ്യരാശിയുടെ ആദ്യത്തെ ടെക്സ്റ്റ് എന്ന് അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്ന ഋഗ്വേദം പോലും തുടങ്ങുന്നത് അഗ്നിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. സോ ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് എന്താ പറയുക സനാതനധർമ്മ. അപ്പം തീർച്ചയായും സനാതനധർമ്മം ലോകത്തിന് മുൻപോട്ട് വെച്ച എല്ലാ ആശയങ്ങളും, എല്ലാ ഉപാസന രീതികളും, എല്ലാ ആചരണങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഇറ്റ് ഈസ് ക്ലിയർ കട്ട്. കാരണം എല്ലാത്തിൻ്റെയും അടിയിൽ സയൻസാണ് ശരിക്കും. അവരതിനെ ശിവൻ എന്നും ശക്തി എന്നും വിളിച്ചു എന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇപ്പം നമ്മൾ ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിൽ സംസാരിച്ചാൽ പ്രകൃതി, യൂണിവേഴ്സ് ഈസ് ഓൾ അബൌട്ട് എനർജി ആൻഡ് കോൺഷ്യസ്നെസ് എന്ന് പറയും. പക്ഷേ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന വാക്ക് ഞാനോ പ്രേംജിയോ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഫിസിക്സിലില്ല, മെറ്റീരിയൽ സയൻസിൽ കോൺഷ്യസ്നെസ് ഇല്ല. കാരണം അതന്ന് വിദൂരമായ ഒരു കൺസെപ്റ്റാണ്. അത് മേ ബി അത് ഇന്ത്യക്കാരുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റേൺ സയൻസിൻ്റെ കൺസെപ്റ്റാണെന്നാണ് പറയാറ്. പക്ഷേ ഇപ്പോൾ ശാസ്ത്രം പറയുന്നു നോ. കാരണം ക്വാണ്ടം ഫിസിക്സിൻ്റെയൊക്കെ എൻഹാൻസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കെ അവർക്ക് കൃത്യമായി ബോധ്യമായി നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞതാണ് പ്രപഞ്ചത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈവൻ സയൻസ് ഇസ് പ്രൂവിങ് ദാറ്റ്. ഇപ്പോൾ നമ്മൾ കാളിയെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ ദശമഹാവിദ്യ, അതാണല്ലോ നവരാത്രി കാലത്ത് ഉത്തരേന്ത്യയിൽ ഒരു ക്രമമുണ്ട്. കാലത്ത് ദശമഹാവിദ്യ ഉപാസനയും വൈകിട്ട് നവദുർഗ ആരാധനയും അല്ലെങ്കിൽ സാധനയും. ദശമഹാവിദ്യയിൽ പ്രഥമഗണനീയമായ കാളിയെക്കുറിച്ച്, കാളി മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നമ്മൾ കാളിയെക്കുറിച്ച് പറയും അവൾ സർവഭക്ഷകയാണ്, സർവത്തെയും ആഹരിക്കുന്നവളാണ്. ഇതൊരു കാവ്യാത്മകമായ രീതി, ഒരു നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സ്പിരിച്വൽ വേ ഓഫ് സീയിങ് ദ തിങ്. നേരെ നമ്മൾ ശാസ്ത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ യു സീ ഡാർക്ക് ഹോൾ, വാട്ട് ഇറ്റ് ഈസ് ഡൂയിങ്. തന്നിലേക്ക് എല്ലാ ഇൻക്ലൂഡിങ് ദ ഗാലക്സീസ് തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാണ്. ഇനി അതിൻ്റെ അകത്തേക്ക് പോയതിന് പിന്നെ പുറത്തേക്കില്ല. സെയിം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന ആധ്യാത്മിക തത്വങ്ങളൊക്കെ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നമുക്കതിനെ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത് യത് പിണ്ടാണ്ടേ തത് ബ്രഹ്മാണ്ടേ. എന്താണോ നമ്മൾ നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്നത് അത് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു മാക്സിമൈസ്ഡ് വേർഷനാണ് യൂണിവേഴ്സ്. അപ്പം ഇങ്ങനെ പ്രപഞ്ചത്തെ ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയൊക്കെ അഡോപ്റ്റ് ചെയ്യാം.
ഞാൻ ആരാണ്, എന്തിനാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്. ആക്ച്വലി ഈ പറയുന്ന പോലെ 25 വയസ്സ് വരെ വിദ്യാഭ്യാസം ചെയ്യുക, അതിനുശേഷം ഒരു ജോലി നേടുക, ധാരാളം പൈസ സമ്പാദിക്കുക, അതിനുശേഷം ഭൗതിക വസ്തുക്കൾ വാങ്ങിക്കൂട്ടാം, കല്യാണം, അതിനുശേഷം അടുത്ത തലമുറയുടെ സൃഷ്ടി, അത് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ആ ഒരു ഓട്ടം അവിടെ നിൽക്കുകയാണ് ശരിക്കും. പക്ഷേ ഇതല്ല ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്. നമ്മുടെ പൂർവികരുടെ കാഴ്ചപ്പാട് ഒരിക്കലും ഇങ്ങനെയല്ല. കാരണം അവിടെ വ്യക്തതയുണ്ട്. ഞാൻ എന്താണ്, എന്തിനു വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നു, ഈ ജീവിതയാത്രയിൽ എനിക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്തു തീർക്കേണ്ട കടമകൾ എന്തൊക്കെ, ഇതൊക്കെ കൃത്യമായ ബോധമുള്ള തലമുറയായിരുന്നു നമ്മുടെ പൂർവിക തലമുറ. നമ്മൾ ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസ പദ്ധതിയിലുണ്ടായ മാറ്റവും സമൂഹത്തിലുണ്ടായ മാറ്റവും ഒക്കെ കാരണം എനിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളൊക്കെ പഠിച്ച ആ തലമുറയ്ക്ക് ഇത് നഷ്ടമായി എവിടെ വെച്ചോ. പക്ഷേ ഇന്ന് ദേ ആർ ലക്കി. ഐ തിങ്ക് സ്ലോലി എവറിത്തിങ് ഈസ് കമ്മിങ് ബാക്ക്, ഈസ് ഗെറ്റിംഗ് അപ്പ് സ്ലോലി. അപ്പോൾ എന്താ സംഭവം, നമ്മൾ ഇന്ന് ആധ്യാത്മിക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഭക്തി മണ്ഡലത്തിൽ നോക്കിയാൽ പറയും, എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യത്തോടെയാണ് ഞാൻ ജീവിച്ചത്, ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ വിചാരിച്ച പോലെ എനിക്കൊന്നും ജീവിതത്തിൽ നേടാനായില്ല. സ്ട്രെയിറ്റ് അവേ നമ്മൾ കുറ്റം പറയാം. ഒന്ന് പിതൃക്കളെ കുറ്റം പറയും, പിതൃദോഷം, വാസ്തുദോഷം, നക്ഷത്രദോഷം, ഗ്രഹദോഷം, ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകും. ശരിക്കും ഋഷീശ്വരന്മാർ പോലും ഈ കൺസെപ്റ്റിൻ്റെ ആൾക്കാരല്ല. പക്ഷേ എവിടുന്ന് ഇത് നമ്മളിലേക്ക് വന്നു ചേർന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന തത്വം അറിയാതെ നമ്മൾ കുറേ കാലമായി ഈ ആധ്യാത്മികതയെ ഫോളോ ചെയ്യുന്നു, ആസ്ട്രോളജിയെ ഫോളോ ചെയ്യുന്നു. തത്വം യഥാർത്ഥത്തിൽ ഋഷീശ്വരന്മാർ പറഞ്ഞ തത്വം എന്താണ്? ഋഷീശ്വരന്മാർ പറഞ്ഞ തത്വം ഈ പറയുന്ന പോലെ നമ്മുടെ ബോധതലത്തിന് 2 ഭാഗമുണ്ട്, ഡ്യുവൽ പൊളാരിറ്റി ഉണ്ട്. അതിൽ മാസ്കുലിൻ പൊളാരിറ്റി നമുക്ക് ജീവിതത്തിന് വേണ്ട സുഖസൗകര്യങ്ങളോടുള്ള ഇൻറ്റൻഷനിലാണ് പ്രവർത്തിക്കുക, ഈ പറയുന്ന പോലെ ജോലി കാര്യങ്ങൾ ബാക്കി. അതിൻ്റെ എക്സാക്റ്റ് അത് തോട്ട് പ്രോസസ്സാണ്. ഡ്രീംസ്, നമ്മളെ ലൈഫിലെ ഗോൾസ് സെറ്റ് ചെയ്യുന്നത് മാസ്കുലിൻ കോൺഷ്യസ് ആയിരിക്കും. ഗോൾസ് സെറ്റ് ചെയ്തിട്ട് ഞാൻ അതാവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും ഒരു അറ്റത്ത്. സെയിം അതിൻ്റെ ബൈപോളാറാണ് ആര്, ഫെമിനിൻ കോൺഷ്യസ്നസ്. ഈ ഫെമിനൈൻ കോൺഷ്യസ്നസ് കൺസിസ്റ്റ് ഓഫ് എനർജി. എന്താണോ എൻ്റെ ബോധമണ്ഡലത്തിൽ എൻ്റെ ലക്ഷ്യങ്ങളായി സ്വപ്നങ്ങളായി വന്നത്, ആ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ടത് ഈ ഫെമിനൈൻ കോൺഷ്യസ് ആണ് എൻ്റെ ബോധത്തിൽ. ഈ ഫെമിനൈൻ കോൺഷ്യസിന് തന്നെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉണ്ട്, ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട് ഇതിൻ്റെ എനർജി. ഇപ്പോൾ ഉദാഹരണം നവദുർഗയെ എടുത്തു നോക്കിയാൽ ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഓർഡർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അവിടെ ശൈലപുത്രി എന്നുള്ളത് ആദ്യത്തെ ബേസ് എനർജിയാണ്. സയൻസിൻ്റെ ഭാഷയിൽ നമ്മൾ ഇതിനെ നോക്കിക്കണ്ടാൽ അല്ലെങ്കിൽ സയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കണ്ടാൽ ഇറ്റ് ഈസ് നത്തിങ് ലെസ് ദാൻ ദ തെർമൽ എനർജി, ദ ഹീറ്റ് എനർജി. അത് നമ്മുടെ ഉള്ളിലുള്ള, ഇപ്പോൾ പ്രപഞ്ചത്തിൽ നോക്കിയാൽ തന്നെ ഏത് സൃഷ്ടിക്കും ബേസ് എനർജി ഈസ് ഹീറ്റ് എനർജി, തെർമൽ എനർജി. പ്രപഞ്ചം ഉണ്ടായതുപോലും അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരശക്തി പോലും, ഇപ്പോൾ സൂര്യൻ പോലും അതിൻ്റെ ബേസ് എനർജി തെർമലാണ് അല്ലെങ്കിൽ ഹീറ്റ് എനർജി. ഇനി മനുഷ്യൻ്റെ കാര്യം എടുത്ത് നോക്കൂ. നമ്മൾ സൃഷ്ടിയിലേക്ക് പോകുന്നത്, ഇപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ ജനിപ്പിക്കാൻ പോകുന്ന സമയത്ത് യു ജസ്റ്റ് ഫീൽ യുവർ ബോഡി, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഹീറ്റ് ആ സമയത്ത്, ഇല്ലേ? നമ്മൾ ഇൻറ്റിമസി ആയിട്ട് പെരുമാറുന്ന സമയങ്ങളിൽ എൻ്റെ ബോഡി ഹീറ്റപ്പ് ആവും. എല്ലാ സൃഷ്ടിയുടെയും അടിസ്ഥാന കാരകത്വം ഈ ഹീറ്റ് അല്ലെങ്കിൽ തെർമൽ എനർജിയാണ്. ഇതിനെ നമ്മുടെ ഋഷീശ്വരന്മാർ പേരിട്ടതാണ് ശൈലപുത്രി. എവറി ക്രിയേഷൻ ദ സ്റ്റാർട്ടിങ് സ്പാർക്ക്. ആ എനർജിയെ ഞാൻ ഹാർനസ് ചെയ്യണം, എൻ്റെ ഉള്ളിൽ അതിനെ ഇൻവോക്ക് ചെയ്യണം. അപ്പോൾ നവരാത്രിയിലെ ആദ്യത്തെ ദിവസം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കോൺഷ്യസിലുള്ള ഈ തെർമൽ എനർജി അതിനെ എനിക്ക് എൻഹാൻസ് ചെയ്യണം. കാരണം എന്താ, ഐ ഹാവ് ടു അച്ചീവ് മൈ ഡ്രീംസ്, അച്ചീവ് മൈ ഗോൾസ്. എൻ്റെ ജീവിത ലക്ഷ്യത്തെ എനിക്ക് നേടണമെങ്കിൽ എൻ്റെ ബോധതലത്തിലുള്ള പകുതിയിൽ ഇരിക്കുന്ന ഈ സ്ത്രൈണ ചൈതന്യത്തെ, അതിനെ നമ്മൾ വിളിക്കും ശക്തി ചൈതന്യം. ശക്തി ചൈതന്യത്തിൻ്റെ 9 ഭാവങ്ങൾ ഒന്ന് ഉണർത്തണം. തൊട്ടടുത്ത് വരുന്ന നവരാത്രിയിലെ 2ാമത്തെ രാത്രി ബ്രഹ്മചാരിണിയാണ്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സൗണ്ട് എനർജി. ഇപ്പം നമ്മൾ യൂണിവേഴ്സിൻ്റെ ക്രിയേഷൻ ആസ്പെക്റ്റ് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം, റൈറ്റ് ഫ്രം ദ ബിഗ് ബാങ് മാറ്റർ ഫോം ചെയ്തത് സൗണ്ടിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ് മെറ്റീരിയൽ ബോഡീസ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇപ്പം നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മളെടുത്ത് നോക്കിയാലും നിങ്ങളുടെയും പ്രേംജിയുടെയും എൻ്റെയും ഒക്കെ ലോകം നമ്മുടെ വാക്കുകളാണ് തീരുമാനിക്കുന്നത്.
ശരിക്കും നമ്മുടെ ലോകം നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അത് എൻ്റെ വാക്കിന് 4 തലങ്ങളുണ്ടെന്ന് നമ്മൾ പറയും. കാരണം എൻ്റെ ഉള്ളിൽ വാസനാപരമായി എൻ്റെ സഞ്ചയങ്ങൾ അല്ലെങ്കിൽ പൂർവ്വജന്മാർജിതമായ കർമ്മഫലങ്ങളിലൂടെ എന്നിൽ വന്നു ചേർന്ന വാസനകൾ, ആ വാസനകളാൽ സ്വാധീനിക്കും. എൻ്റെ അകത്ത് ആദ്യമായി വാക്കിൻ്റെ ഇനീഷ്യൽ ലെവൽ പരാവാക്കാണ് ഫസ്റ്റായിട്ട് വരുന്നത്. അത് അൺമാനിഫെസ്റ്റഡ് ആണ്. എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പോലും എന്താ പറയുക സെൻസ് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ളത് അതീന്ദ്രിയമായത്. അതുകൊണ്ടാണ് പരാ എന്ന് ഉപയോഗിക്കുന്നത്. ആ പരാവാഗ് ബീജം എൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷമാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അത് ഡെവലപ്പ് ആവുന്നത്. അതെങ്ങനെയാണ്? അത് പിന്നെ പശ്യന്തി ആവുന്നു, മധ്യമേ ആവുന്നു, പിന്നെ വൈഖരി ആവുന്നു. ഇത് സൗണ്ടായിട്ട് പുറത്ത് വരുന്നത് വാക്കിൻ്റെ 4ാമത്തെ തലമാണ്. ആ എനർജി ഞാനും പ്രേംജി അനുഭവിക്കുന്ന എൻ്റെ ചെവികൾക്ക് അത് പ്രാപ്യമാവുന്നത് അത് ഫ്രീക്വൻസി ആയിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ്. അതിന് മുൻപേ ഈ 3 സ്റ്റേജ് കടന്നിട്ടാണ് ഈ ഫ്രീക്വൻസി ജനറേറ്റ് ആവുന്നത്. ഈ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പ്രേംജിയോട് ഒരു ബ്രദേർലി ഇമോഷൻസോ അല്ലെങ്കിൽ ഫീലോ എനിക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. നമ്മൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ സൗണ്ട് ഫ്രീക്വൻസീസ് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ഉണ്ടെങ്കിലാണ് താങ്കൾക്ക് എൻ്റെ അടുത്ത് ഈ പറയുന്ന സാഹോദര്യം അനുഭവപ്പെടുള്ളൂ. അത് തിരിച്ചും പാരൻ്റൽ എഫക്റ്റ് ആയാലും അങ്ങനെ തന്നെ. ഒരു അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻ ആയാലും ഈ പറയുന്ന സൗണ്ട് പ്ലേസ് എൻ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തലത്തിൽ അതാണ് ഏറ്റവും വലിയ രസം. ഋഷീശ്വരന്മാരൊക്കെ നമ്മൾ ഈശ്വര തുല്യരായിട്ട് മാനിച്ചു പോകുന്നത് ഇത്രയും മൈന്യൂട്ടായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഏതൊക്കെ ചൈതന്യങ്ങൾ സ്വാധീനിക്കുന്നു, അതിൻ്റെ ചലനങ്ങൾ, ആഘാതങ്ങൾ അവൻ്റെ പ്രകൃതത്തെ, അവൻ്റെ സ്വഭാവത്തെ, അവൻ്റെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പോലും നിരീക്ഷിച്ച അത്രയും നിരീക്ഷണ പാടവത്തോടു കൂടിയാണ് അവർ ഈ ഒരു ഉപാസന പോലും സെറ്റ് ചെയ്തിട്ടുള്ളത്. നവദുർഗ എന്നുള്ള ദൈവീകമായ കൺസെപ്റ്റ് പോലും. അവിടെ ഇനി 3ാമത് വരുന്നത് ചന്ദ്രകണ്ഠയാണ്. ആഫ്റ്റർ തേർമൽ എനർജി ആൻഡ് സൗണ്ട് എനർജി ദെൻ കംസ് കൈനറ്റിക് എനർജി. ചന്ദ്രകണ്ഠ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ വിക്ഷേപങ്ങളാണ് ശരിക്കും ഇന്ദ്രിയങ്ങൾ, പെർസെപ്ഷൻസ്. കാരണം ഇപ്പം നമുക്കറിയാം, സൃഷ്ടിപരമായി നോക്കിയാൽ തന്നെ പ്രപഞ്ചത്തിൽ സൃഷ്ടികൾ ഉണ്ടാകുന്ന സമയത്ത് ഈ സൃഷ്ടിയെ ആസ്വദിക്കാനോ അനുഭവിക്കാനോ അതിന് സെൻസസ് ഉണ്ടാവണം. മനസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളിലൂടെ ചെല്ലുന്ന ഇൻഫർമേഷൻ ചെന്ന് ചേരുന്ന സ്ഥലമാണ് മനസ്സായി ഫോം ചെയ്യുന്നത്. അപ്പം ആ മനസ്സിൻ്റെ തലങ്ങൾ, മാനങ്ങളാണ്. നമുക്കറിയാലോ ഒരു കൗമാരപ്രായം. ഇത് തന്നെ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സുമായിട്ട് ലിങ്ക് ചെയ്താൽ ശൈലപുത്രിയെ പറയും പുത്രീ ഭാവമാണ്. ഒരു സ്ത്രീയെ എടുത്തു നോക്കിയാൽ, എന്തിനാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചോദിക്കാറുണ്ട് എപ്പോഴും ഈ സ്ത്രീ എന്ന് പറയുന്നത് എന്തിനാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രകൃതി സ്ത്രീയാണ്. ഇപ്പം നിങ്ങളും ഞാനും അല്ലെങ്കിൽ പ്രേംജിയും ഞാനും ജീവിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ അമ്മമാരിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച മൈറ്റോകോൺട്രിയ DNA ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എനിക്കോ പ്രേംജിക്കോ ഈ ലോകത്ത് സ്ഥാനമില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് തലമുണ്ട്. അത് വളരെ വിശദമായ വിഷയം. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്ത്രൈണത നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദശമഹാവിദ്യകളിൽ കാളി സൃഷ്ടിയുടെ ആദ്യഘട്ടം. ഈ നവദുർഗ ഉപാസനയുടെ സമയത്ത് അങ്ങ് പറഞ്ഞത് നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ കാലത്ത് ദശമഹാവിദ്യയും വൈകുന്നേരം നവദുർഗ ഉപാസനയായിട്ട്. ഇപ്പം ശൈലപുത്രിയിൽ തുടങ്ങി സിദ്ധിദാർത്ഥിയിൽ വന്ന് നിൽക്കുന്ന 9 ദേവതാ സങ്കല്പവും, കാളിയിൽ തുടങ്ങി കമലയിൽ വന്ന് നിൽക്കുന്ന 10 വിദ്യയും, ഒന്ന് താന്ത്രികമായിട്ടുള്ള പ്രാക്ടീസസാണ്, ഒന്ന് ഒരു കുറച്ചും കൂടി സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസസാണ് അല്ലേ. രണ്ട് തലത്തിൽ നിൽക്കുന്ന പ്രാക്ടീസസാണ്. അപ്പോൾ 2 തലത്തിലൂടെ പോകുന്ന ഒരു ഉപാസനയാണ് അങ്ങിപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൽ ഈ താന്ത്രികവും ഈ സ്പിരിച്വലായിട്ട് 2 കണക്ഷൻ വരുന്ന സമയത്ത് നമുക്കൊരു ദിവസത്തെ ഒരു ഡിഫറൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ രണ്ടും എന്താ പറയുക, അവസാനിക്കുന്നത് ഒന്ന് ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലാണ് അല്ലെ. തന്ത്രത്തിൽ വന്ന് നിൽക്കുന്ന കമല എന്ന് പറഞ്ഞാൽ ലൈക്ക് എ കംപ്ലീറ്റ് ഒരു ശ്രീത്വത്തിൽ വന്ന് നിൽക്കാം. സിദ്ധിദാർത്ഥി എന്ന് പറയുന്നത് അങ്ങ് എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത് അത് നമുക്ക് എന്തും തരുന്ന അല്ലേ. അപ്പോൾ ഒരു ഗൃഹസ്ഥനെയോ അല്ലെങ്കിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫുൾഫിൽമെൻറ്റ് തരുന്ന ഇതാണ്. ഈ രണ്ടും എങ്ങനെയാണ് അങ്ങ് ഇതിനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അങ്ങയുടെ ഒരു ഉപാസനയായിട്ട് കാണുകയാണെങ്കിൽ? ഉപാസനയായിട്ട് കാണുമ്പം ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പുരാണങ്ങൾ ആയിട്ടാണ് നമ്മൾ ഈ കഥാപാത്രങ്ങളൊക്കെ പരിചയപ്പെടുന്നത്. അതെ. ദശമഹാവിദ്യയെക്കുറിച്ച് പറയുമ്പോഴും പുരാണത്തിലൊരു കഥയുണ്ട്. യജ്ഞത്തിന് വേണ്ടിയിട്ട്, ദക്ഷൻ്റെ യാഗത്തിന് വേണ്ടിയിട്ട്
സതി ശിവൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്ന സമയത്ത് ശിവൻ അതിന് താല്പര്യമില്ലാതാവുന്നു, സതിയെ ബ്ലോക്ക് ചെയ്യുന്നു. പോവരുത്, ഇൻവിറ്റേഷൻ ഇല്ലാത്ത സ്ഥലത്ത് പോകരുത്, അപമാനിക്കപ്പെടും എന്ന് പറയുന്നു. സതി അതിന് കൂട്ടാക്കുന്നില്ല, പോവാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ പോയിക്കോളൂ, അപമാനിതയായാൽ അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് പറയുന്നു. പക്ഷേങ്കിൽ പോയിക്കോളൂ എന്ന് ശിവനെ സമ്മതിപ്പിക്കുന്നത് ശിവൻ തൻ്റെ നിരാകരണം അവിടെ പ്രകടിപ്പിക്കുന്ന സമയത്ത് ശിവനെ 10 ദിക്കിൽ നിന്നും ദേവി ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് പറയുക. അതായത് നമ്മൾ സ്വാഭാവികമായിട്ട് പറയുമല്ലോ, നമുക്ക് ഇപ്പം പ്രേംജി എന്നോടൊരു കാര്യം ചോദിക്കുകയാണ്, അപ്പോൾ എനിക്ക് നീരസം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ആ നീരസം എൻ്റെ ബോഡി ലാംഗ്വേജിൽ പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞ് നടന്നു പോകും. അപ്പോൾ ശിവൻ അങ്ങനെ പിൻവാങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ശിവനെ 10 ദിക്കിൽ നിന്നും ദേവി 10 അവതാര സ്വരൂപത്തിൽ ബ്ലോക്ക് ചെയ്തു എന്നാണ് പറയുക. അപ്പം ഇത് പെട്ടെന്ന് കഥയായി കേൾക്കുമ്പോൾ നമുക്ക് ഇതെന്താണ് കാര്യം, ഇതെങ്ങനെയാണ് സംഭവിക്കുക, ശിവനെ ലോക്ക് ചെയ്യുമോ, ഇതെന്താണ്? പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ തത്വമാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ശിവൻ എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ്റെ ബേസ് കോൺഷ്യസ് ആണ്, മെയിൽ കോൺഷ്യസ്. ആ മെയിൽ കോൺഷ്യസ് ക്രിയേഷനിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ആ സമയത്ത് ആ മെയിൽ കോൺഷ്യസിനെ ക്രിയേഷനിലേക്ക് പുള്ള് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ദേവിയുടെ ഈ 10 ഡയമെൻഷൻ. അതായത് സൃഷ്ടിയുടെ 10 ആസ്പെക്ട്സ് ആണ് മഹാവിദ്യകൾ. അതായത് നിങ്ങളും അല്ലെങ്കിൽ ഞാനും അങ്ങയും ഒക്കെ ഈ പ്രകൃതിയെ വീക്ഷിച്ച് നോക്കിയാൽ ഈ 10 ഡയമെൻഷൻ നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ് ഫ്രം എൻ്റെയും അങ്ങയുടെയും ബേർത്ത് മുതൽ, അതായത് എൻ്റെ അച്ഛൻ്റെ സ്പേം എൻ്റെ അമ്മയുടെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ആവുന്ന സമയം മുതൽ കാളിയുടെ പ്രസൻസ് എൻ്റെ ലൈഫിലുണ്ട്. കാരണം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ ഗർഭധാനം ചെയ്തത് ഒരു സ്പേമല്ല, മില്യൺസ് ഓഫ് സ്പേമാണ്. അതിൽ നിന്ന് ഞാനാകുന്ന ഈ ഒരു സിംഗിൾ സ്പേമാണ് എൻ്റെ അമ്മയുടെ അണ്ടവുമായിട്ട് സംയോജിച്ചിട്ടുള്ളത്. കറക്റ്റ്. ഇത് റിമൈനിങ് മില്യൺ ഓഫ് സ്പേംസ് ആര് നശിപ്പിച്ചു? അവിടെയാണ് കാളി എന്ന അസ്തിത്വത്തെ ഞാൻ ആദ്യം ദർശിക്കുക. എൻ്റെ സൃഷ്ടിക്ക് കാരണമായവൾ യഥാർത്ഥത്തിൽ 2 പേരുണ്ട്. അവിടെയും ട്വിൻ പൊളാരിറ്റിയെ കാണാം, ഒന്ന് ഗൗരിയും ഒന്ന് മഹാകാളിയും. കാരണം ഞാനാകുന്ന ഈ സ്പേമിനെ തിരഞ്ഞെടുത്ത് എൻ്റെ അമ്മയുടെ അണ്ടവുമായിട്ട് ബന്ധിപ്പിച്ചവൾ, എൻ്റെ സൃഷ്ടിക്ക് കാരണമായവൾ ഗൗരി, പാർവതി എന്ന് ഞാൻ പറയുമ്പോൾ റിമൈനിങ് മില്യൺസിനെ അതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തത്, അതിനെ സർവ്വതിനെയും ഭക്ഷിച്ചില്ലാതാക്കിയത് അവൾ കാളി. അപ്പം ഞാനും നിങ്ങളും ഉണ്ടാവുന്ന സ്ഥലത്ത് വരെ ആരുടെ പ്രസൻസ് ഉണ്ട്? ഇവിടുന്ന് തുടങ്ങി ഈ 10 ഡയമെൻഷൻസ് എൻ്റെയും അങ്ങയുടെയും പ്രപഞ്ചത്തിലെ ഏതൊരു അസ്തിത്വത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ദശമഹാവിദ്യ. ഇത് സൃഷ്ടി സംബന്ധിയായ 10 ഡയമെൻഷൻസ്. ഇത് തന്നെ സൃഷ്ടി നടക്കണമെങ്കിൽ നമുക്ക് എന്തറിയാം? ഇപ്പം എൻ്റെയും അങ്ങയുടെയും തലച്ചോറിൽ ഒരു ആഗ്രഹം ജനിക്കുകയാണ്, ഒരു സ്ഥലം വരെ പോകണം. ഉദാഹരണം ബാംഗ്ലൂർ പോകണം. ഇപ്പം അങ്ങ് തൃശ്ശൂരാണുള്ളത്. ബാംഗ്ലൂർ പോകണം, ഇതൊരു ചിന്തയാണ്, ഒരു കോൺഷ്യസ് ആണ്. ഇത് ദാറ്റ് റിപ്രസെൻറ്റ് ശിവ. ഇനി ബാംഗ്ലൂർ പോകാൻ എന്ത് വേണം? ഒന്ന്, അങ്ങേക്ക് പോകണമെന്നൊരു ചിന്ത വന്നു, എഗെയിൻ ആ ചിന്തയൊന്ന് ഉറപ്പിക്കും, ഒരു ഡിസയർ ഉണ്ടാവും, എന്തായാലും പോയേ പറ്റൂ. ദാറ്റ് ബിക്കംസ് എൻ ഇച്ഛ. ഇനി എന്തായാലും പോയേ പറ്റുമെങ്കിൽ ബാംഗ്ലൂർ പോകാനുള്ള റൂട്ട് അങ്ങേക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, റൂട്ട് അറിയും, എങ്ങനെ പോകും, ട്രെയിനിൽ പോകണോ, അത് ആ ഒരു നോളജ്, ഇതാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയാം. ഇത് ഇച്ഛയും ഒരു ഡിസയറും ഉണ്ടായി, അതെങ്ങനെ പോകണം എന്നുള്ള തീരുമാനമുള്ള നോളജും നമ്മുടെ കയ്യിൽ വന്നു. അതിനുശേഷം നമ്മൾ അതിന് ആക്ഷൻ വേണം, എന്നാലല്ലേ എനിക്ക് ബാംഗ്ലൂർ എത്താൻ പറ്റുള്ളൂ. ആ ആക്ഷനാണ് നമ്മൾ ക്രിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചത്? ശിവനാകുന്ന ബോധ ചൈതന്യം എൻ്റെ ഉള്ളിൽ ഒരു തോട്ട് പ്രോസസ്സ് ഇൻവോക്ക് ചെയ്തു, എനിക്ക് ബാംഗ്ലൂർ പോകണം. ആ തോട്ട് പ്രോസസ്സിനെ സാക്ഷാത്കരിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് യഥാർത്ഥത്തിൽ സംഭവിപ്പിക്കുന്നത് എന്താണ്? എ ഡിസയർ, എ നോളജ് ആൻഡ് എൻ ആക്ഷൻ. ഈ 3 ഒരു പ്രോഗ്രഷനാണ്. ഈ പ്രോഗ്രഷനിലെ തുടർന്നാണ് സൃഷ്ടി ഉണ്ടാവുക. അതായത് ആ ചിന്ത മാനിഫെസ്റ്റ് ചെയ്തു, ഞാൻ ബാംഗ്ലൂർ എത്തി. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഈ പറയുന്ന ബോധതലത്തിൽ നിന്ന് സൃഷ്ടി തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഈ 3 ഇച്ഛ, ജ്ഞാനം, ക്രിയ കൺട്രോൾ ചെയ്യുന്നത് ഈ 9 ചൈതന്യങ്ങളാണ്. അതിനെയാണ് നവദുർഗ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ സൃഷ്ടിയെ ബഹുമാനിക്കുന്നു. സൃഷ്ടിയുടെ 10 തലത്തെ 10 ഡയമെൻഷനെ, 10 മാനങ്ങളെ ദശമഹാവിദ്യകളായിട്ട് മാനിക്കുന്ന അതേസമയം സൃഷ്ടിക്ക് കാരകത്വം വഹിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഗതി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മൊമെൻറ്റം സ്റ്റാർട്ടിങ് ഫ്രം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശൈലപുത്രി മുതൽ സിദ്ധിദാത്രി വരെയുള്ള ആ മൊമെൻറ്റം കൺട്രോൾ ചെയ്യുന്നത് ഈ 9 ഫോംസ് ഓഫ് എനർജിയാണ്.
അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെർമൽ എനർജി മുതൽ സൗണ്ട് എനർജി മുതൽ കൈനറ്റിക് എനർജി മുതൽ ഇലാസ്റ്റിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, തെർമൽ എനർജി, ന്യൂക്ലിയർ എനർജി, ഇങ്ങനെ ഒരുപാട് എനർജി ലെവൽസാണ് നമ്മുടെ ഈ ക്രിയേഷൻസ്. ഇപ്പം വണ്ടി പോകണമെങ്കിൽ നമുക്ക് ഫ്രിക്ഷണൽ എനർജി വേണം, ഗ്രാവിറ്റേഷണൽ എനർജി ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാലാണ് സൃഷ്ടി സംഭവിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ കഥയിൽ തന്നെ ഒന്ന് ഓർക്കുക, ദക്ഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദക്ഷൻ എന്താണ്? എൻ്റെയും അങ്ങയുടെയും ഒരു മനസ്സുണ്ട്. എന്താ അറിയോ? ബേസിക്കായ റെപ്റ്റിലിയൻ ബ്രെയിൻ ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു മനസ്സുണ്ട് നമുക്ക്. ഓൺലി റെപ്റ്റിലിയൻ സെൻസസ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ, ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് മാത്രം. അതിൽ നമ്മൾ ഈശ്വരനെ മാനിക്കില്ല, ദൈവീകതയെ മാനിക്കില്ല, കോസ്മിക് എൻറ്റിറ്റീസിനെ മാനിക്കില്ല. അതൊരു താളത്തിൽ പോകും. അതാണ് ദക്ഷൻ. ആ ദക്ഷനിൽ പുത്രിയായി ജനിക്കുന്ന സതി എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഭക്തിയോട്, കോസ്മിക് എൻറ്റിറ്റിയോട് ഏത് നിരീശ്വരവാദിക്കും ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഈ കോസ്മിക് പറയുന്ന ഈ യൂണിവേഴ്സ്, ഹൗ ഇറ്റ് ഈസ് ഓൾ ബീങ് ഡൺ. ഈ ക്യൂരിയോസിറ്റി ഉള്ള ഒരു മൈൻഡാണ് യഥാർത്ഥത്തിൽ സതി എന്ന എക്സിസ്റ്റൻസ്. പക്ഷേ അത് ഭക്തിപൂർവ്വം, ഭക്തിയിൽ ഈ ക്യൂരിയോസിറ്റി വളർന്ന് ഭക്തിശക്തിയായി മാറിക്കഴിഞ്ഞാൽ സ്വന്തം അസ്തിത്വം യഥാർത്ഥത്തിൽ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് എന്ന ലെവലിൽ ഡെവലപ്പ് ചെയ്തിട്ട് സ്വന്തം എൻറ്റിറ്റി സാക്രിഫൈസ് ചെയ്യുന്നതാണ് സതിയുടെ ആത്മത്യാഗം. എൻ്റെയും അങ്ങയുടെയും ഉള്ളിൽ മനസ്സിലുണ്ടാകുന്ന ഈ തലം സ്വന്തം ഞാൻ മനുഷ്യനല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ പ്രകൃതിയുടെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞാൽ മൊമെൻ്റാണ് എന്ത്? എൻ്റെയും അങ്ങയുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഈ ദക്ഷയാഗത്തിലെ സതിയുടെ ത്യാഗം. ശിവൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡിറ്റാച്ച്ഡ് ആയ കോൺഷ്യസ്, നേരത്തെ ഞാൻ പറഞ്ഞ ഡിറ്റാച്ച്ഡ് ആയ കോൺഷ്യസ്. കാരണം കോൺഷ്യസിന് ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ കഥയിൽ ഋഷീശ്വരന്മാർ നമ്മളോട് പറയാൻ ശ്രമിച്ചത്. ഇനി അത് തന്നെയല്ല, യാഗത്തെ ശിവൻ പോയി നശിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മഹാദേവന് എല്ലാവരും എന്താ പറയുക, വിമർശിക്കുന്ന ഒരു തലമുണ്ട്. കാരണം ഒരു യാഗമൊക്കെ നശിപ്പിച്ച ആളെയാണ് നിങ്ങൾ ഈശ്വരൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നശിപ്പിക്കുന്ന യജ്ഞം എന്താണ്? നാമരൂപങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ ഒരു മനസ്സുണ്ട്. ഹ്യൂമൻ ബ്രെയിൻ ഓൺലി ക്യാൻ എന്താ പറയുക ഫോളോ നെയിംസ് ആൻഡ് ഫോംസ്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ മനസ്സിന് ഒന്നും ഗ്രഹിക്കാൻ സാധിക്കില്ല. ഈ നാമരൂപങ്ങളല്ല ഈ പ്രപഞ്ചം എന്ന് മനസ്സിനെ പഠിപ്പിക്കുന്ന നിമിഷമാണ് യജ്ഞത്തിൻ്റെ നാശം എന്ന് പറയുന്നത്. സത്യം. പക്ഷെ നമ്മൾ ഈ പുരാണം വായിച്ചു നോക്കിയാൽ നമുക്ക് ശിവനോട് ദേഷ്യം തോന്നും. അതെങ്ങനെയാണ് ഒരാളുടെ യാഗം പോയി നശിപ്പിക്കുന്നത്? അത് ഒരു സിവിലൈസ്ഡ് മാനർ ആണോ എന്നൊക്കെ നമ്മൾ ഇന്നത്തെ കുട്ടികൾ ചോദിക്കും. പക്ഷെ എന്താണ് ഇതിൽ യഥാർത്ഥ ശാസ്ത്ര സത്യം? ഇതാണ്, സ്വന്തം മനസ്സിൻ്റെ തലങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ മനസ്സിൽ നാമരൂപങ്ങളാണ്. ഇപ്പം ഞാൻ പറയില്ലേ, ഞാൻ അച്ഛൻ മരിച്ചാൽ ഞാൻ വല്ലാണ്ട് ദുഃഖിക്കുന്നു. കാരണം ഞാൻ അച്ഛൻ എന്ന് മനസ്സിലാക്കിയത് അച്ഛൻ്റെ ആ ശരീരത്തെയും അച്ഛൻ്റെ ആ രൂപത്തെയാണ്. ഇത് ഹ്യൂമൻ ബ്രെയിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആണ്. എന്നാൽ യഥാർത്ഥത്തിൽ അച്ഛൻ ആ രൂപമാണോ എന്ന് ചോദിച്ചാൽ നോ, ഹീ ഈസ് നോട്ട് ദാറ്റ്. അച്ഛൻ അതിൽ വസിച്ചിരുന്ന ഒരു ആത്മാവാണ് യഥാർത്ഥത്തിൽ. ആ ആത്മാവിനെ ഞാൻ എൻ്റെ സെൻസസ് കൊണ്ട് കണ്ടത് അതിനൊരു രൂപം ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് അച്ഛനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല, ആ ആത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയുള്ള മനസ്സിൻ്റെ ഡിലമയിൽ നിന്ന് മനസ്സിനെ പുറത്തെടുക്കുന്ന സമയമാണ് ആ യജ്ഞം നശിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി ഇതേ സതി പാർവതിയായി വരുന്നു. ദേഹത്യാഗം ചെയ്ത് അതേ എനർജിയാണ് പാർവതിയായിട്ട് വരുന്നത്. അവിടെ എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞ മനസ്സിൽ നമ്മൾ റെപ്റ്റിലിയൻ ബ്രെയിനിൽ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിൽ ജീവിക്കുന്ന ഒരു മനസ്സ്, ആ മനസ്സ് തിരിച്ചറിയുകയാണ് എന്ത്? ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. അന്നേരം അതുവരെയുള്ള ആ ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ദേഹത്യാഗം. അതിനുശേഷം വരുന്ന പാർവതി ചൈതന്യം എന്താണ്? കോൺഷ്യസ്, ഈ യൂണിവേഴ്സിലെ കോൺഷ്യസിനുമായിട്ട് ചേർന്നിരുന്ന് അർദ്ധാംഗിനി, ഞാൻ വേറെ ആരുമല്ല, ഞാൻ ഈ കോൺഷ്യസും എനർജിയും ചേർന്നിരിക്കുന്ന ആളാണ് എന്ന് തിരിച്ചറിയുന്നതാണ് പാർവതി എന്ന കൺസെപ്റ്റ്. അവിടെ നിന്നാണ് പിന്നെ ഗണേശനും ഈ പറയുന്ന സുബ്രഹ്മണ്യനും. ദിസ് ഈസ് ഓൾ അബൌട്ട് പ്യുവർ സയൻസ്. എന്തിൻ്റെ? നമ്മളാകുന്ന മനസ്സിൻ്റെ സയൻസാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഏതോ കാലത്ത് ഏതോ ഒരു ലോകത്ത് നടന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ദക്ഷയാഗമെന്നും അവിടെ ശിവൻ പോയി ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്നും സതി ഇല്ലാതായ സമയത്ത് സതിയുടെ ബോഡി ഈ പറയുന്ന 51 കഷ്ണങ്ങളാക്കി വിഷ്ണു മാറ്റുന്നു. ഇനിയിപ്പോൾ വിഷ്ണുവിൻ്റെ തത്വം പറയാൻ പോയാൽ ഒരു ഫുൾ എപ്പിസോഡ് ഉണ്ട്. കാരണം വിഷ്ണു ശയിക്കുന്ന അനന്തശയനൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇൻഫിനിറ്റി. കാരണം നമുക്കറിയാം അങ്ങനെ 5 തലയുള്ള പാമ്പിൻ്റെ ഫോസിൽ ഇതുവരെ ലോകത്ത് കണ്ടെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പാമ്പ് ഇല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. ആ ശേഷനാഗം എന്നുള്ളത് അത് ഒരു സയൻറ്റിഫിക് കൺസെപ്റ്റാണ്. ഇനി അത് തന്നെ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ വിഷ്ണു ശയിക്കുന്നത്
അവിടെ നിന്ന് ബ്രഹ്മാവ് വിലപിക്കുകയാണ് നിദ്രാദേവിയോട്, ഒന്ന് ഈ ദേവനെ ഒന്ന് ഉറക്കിൽ നിന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കും വിഷ്ണു ഉറങ്ങുമോ? ഇനി ബ്രഹ്മാവിനെ ആക്രമിക്കാൻ വിഷ്ണുവിൻ്റെ തന്നെ കർണപുടങ്ങളിൽ നിന്ന് 2 അസുരന്മാർ വരുന്നു. ഇതൊക്കെ എന്താണ്? അതൊക്കെ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൃഷ്ടിക്ക് കാരണമുള്ള 3 ഗുണം, നമ്മൾ ഈ പറയുന്ന സത്വരജസ് തമോ ഗുണങ്ങളാണ്. അതിൽ സത്വബുദ്ധിയെയാണ് നമ്മൾ ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നത്. രജോ ബുദ്ധിയും തമോ ബുദ്ധിയാണ് ശുംഭനും നിശുംഭനും മധു കൈടപ്പനും നമ്മൾ വിളിക്കുന്നത്. അപ്പം ഇതൊക്കെ ആക്ച്വലി സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ഇന്നത്തെ കുട്ടികളോട് പറയാൻ സാധിച്ചാൽ അവർക്ക് ഇതിലപ്പുറത്ത് അവർക്ക് ഇനി ഈ ഭൗതികത ഇത്രയും ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത്രയും ഗാഡ്ഗറ്റ്സ്, ഇത്രയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഡെവലപ്ഡായ ഈ പറയുന്ന പോലെ ഇൻ്റർസ്റ്റെല്ലാർ യാത്രകൾ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ട വിദ്യയാണ് അവർക്ക് ലാക്ക് ആയത്. ഇപ്പം എല്ലാവരുടെ കയ്യിലും ഈ നവദുർഗ ഉപാസന പദ്ധതിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് അതാണോ? നവദുർഗ ഉപാസന പദ്ധതി ഞാൻ ഈ പറയുന്ന പോലെ തന്നെ സ്വന്തം അസ്തിത്വത്തെ പറഞ്ഞു കൊടുക്കുക. എന്താണ് ഞാൻ? പിന്നെ എൻ്റെ ഉള്ളിലുള്ള സ്വപ്നങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ഇത് നേടാൻ സാധിക്കാത്തത് ഒരിക്കലും നമ്മുടെ പിതൃക്കളുടെ ദോഷം കൊണ്ടോ അല്ലെങ്കിൽ ജാതക ദോഷം കൊണ്ടോ നക്ഷത്ര ദോഷം കൊണ്ടോ അല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാർനസിങ് യുവർ എനർജി. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ നവദുർഗ ചൈതന്യത്തെ നിങ്ങൾ ഉണർത്താൻ പഠിച്ചാൽ നത്തിങ് ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് യു. ഇതാണ് തന്ത്രം പറയുന്നത്. കാരണം നിങ്ങളുടെ വിധി നിർണ്ണയിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. സിദ്ധിദാത്രിയായി മാറും. എന്ത് ചോദിക്കുന്നത് എന്തും കിട്ടുന്ന സിദ്ധിദാത്രി എനർജിയിലേക്ക് നമ്മൾ പ്രോഗ്രസ് ചെയ്യും. റൈറ്റ് ഫ്രം ദ ഇൻസ്പിറേഷണൽ എനർജി. ഇതിലാകെ നമുക്ക് വേണ്ടത് ലക്ഷ്യം നേടാനുള്ള ആ ഇൻസ്പിറേഷണൽ എനർജിയാണ് ആദ്യം നമ്മൾ ഇൻവോക്ക് ചെയ്യേണ്ടത്. എത്ര ദിവസത്തെ ഉപാസനയാണ്? 9 ദിവസം. 10ാമത് ദിവസം നമ്മൾ വിജയദശമിയോടുകൂടി ഉപാസന അവസാനിപ്പിക്കും. ദശമഹാവിദ്യ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ സൃഷ്ടി, നമ്മൾ ഡ്രീം. കാരണം ദശമഹാവിദ്യ എല്ലാവരും പേടിയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും പോയിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ചിന്നമസ്തയൊക്കെ കണ്ടാൽ ആൾക്കാർ ഇതൊന്നും നമുക്ക് പറഞ്ഞതല്ല എന്ന് വിചാരിക്കും. കാരണം അത് ഒരു ലോങ് കൺസെപ്റ്റാണ്. കാരണം ഈ ദേവതാ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വേറൊരു കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ദേവതയുടെ സ്വരൂപം അങ്ങനെയല്ല. അത് അതിൻ്റെ ക്വാളിറ്റീസ് ഡെപിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ച ഒരു പ്രസൻറ്റേഷൻസ് മാത്രമാണ്. പക്ഷേ ഇതിൽ സൃഷ്ടി എന്നുള്ളത് ഞാനും അങ്ങേയും ഓരോ ജീവിതത്തിൽ സെറ്റ് ചെയ്യുന്ന ഗോൾസ് നമ്മുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നേടുന്നത്, അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിയേഷൻ എന്ന് പറയുന്നത്. അതാണ് സൃഷ്ടി. അപ്പോൾ ഈ സൃഷ്ടിക്ക് ദർ ഇസ് 10 ഡയമെൻഷൻ. അപ്പോൾ ഈച്ച് ഡയമെൻഷൻ ഹൗ യു ഹാവ് ടു ഫോളോ. നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി പോകുമ്പം നമ്മളിലുള്ള കാളി എന്ന അവസ്ഥ, ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിൽ കാളി ഉണ്ടാവും സ്റ്റാർട്ടിങ് പോയിന്റിൽ. സോ ഹൗ ടു ടാക്കിൾ ഹർ. പിന്നെ താരയുണ്ടാവും, അങ്ങനെ നമ്മൾ പിന്നെ ഷോഡശി ഉണ്ടാവും, ഭുവനേശ്വരി ഉണ്ടാവും. അങ്ങനെ ആ പ്രോഗ്രഷൻ പോയിട്ട് വേണം എനിക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ, എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ. പക്ഷേ ഇവിടെ നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് വിഗ്രഹങ്ങളെയും ഒരുപാട് വഴിപാടുകളെയും. ഇതൊന്നും തെറ്റെന്നല്ല. ഇതിൻ്റെയൊക്കെ സയൻസിൽ പോയാൽ അറിയും. യഥാർത്ഥത്തിൽ നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞത് ഈശ്വരൻ വസിക്കുന്നത് നമ്മളിൽ തന്നെയാണ്. ഈശ്വരനെ അനുഭവിക്കണമെങ്കിൽ തന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. ശരിക്കും തൻ്റെ തന്നെ ഈ ഒരു വാസ്റ്റ് ക്യാൻവാസാണ് ഈ യൂണിവേഴ്സ്. ഒരു പരിധിവരെ യൂണിവേഴ്സിൽ നോക്കിയാൽ നമ്മുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ജസ്റ്റ് ബി ഫ്രീ ആൻഡ് വാച്ച് ദ നേച്ചർ. തീർച്ചയായും നിങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ മുമ്പിൽ ഈശ്വരൻ എന്ന് പറയുന്ന ആ അസ്തിത്വം കൊണ്ട് നിർത്തിയിരിക്കും. പക്ഷെ നമ്മൾക്ക് ആകെ ഇല്ലാത്തത് ശാന്തമായി ഇരിക്കാനുള്ള ഒരു മനസ്സും സ്വസ്ഥതയോടെ ഇതിനെ പിന്തുടരാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിലില്ല. അതിന് പകരം നമ്മൾ പാനിക്കായിട്ട് ഈ പറയുന്ന പോലെ ചിലപ്പോൾ ജാതകം എടുത്ത് ഓടും ഒരു ഭാഗത്ത്. ഇതൊന്നും തെറ്റ് എന്നൊന്നും നിർവചിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ സ്വന്തം ആദ്യം തൻ്റെ ഉള്ളിൽ തന്നെ തിരഞ്ഞാൽ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടെ വളരെ ഈസിലി അവൈലബിൾ ആണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ വിളിക്കും ശ്രീ മാത്രേ നമഃ ആദ്യം, അല്ലെങ്കിൽ ശ്രീ മാത. അവൾ എല്ലാവരുടെയും അമ്മയാണെങ്കിൽ ദർ ഇസ് നോ പാർഷ്യാലിറ്റി. ആൽബർട്ട് ഐൻസ്റ്റീനും അങ്ങേക്കും എനിക്കും പാർഷ്യാലിറ്റി ഇല്ല. ദ സെയിം ബ്രെയിൻ ഹാസ് ബീൻ ഇൻകൾക്കേറ്റഡ്. നമ്മൾക്ക് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലെ പ്രാണൻ അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ ഈശ്വരൻ നടത്തുമ്പം ഈ പ്രപഞ്ചത്തെ ആസ്വദിക്കാനും അനുഭവിക്കാനും ഈ പ്രപഞ്ചത്തിൽ ഇടപെടാനുമുള്ള എല്ലാ അവബോധങ്ങളെയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആകെ വേണ്ടത് അത് അൺവെയിൽ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുള്ള പ്രോസസ്സ് ആൻഡ് റൂട്ട്സ് ആണ് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള ഉപാസനകളിൽ നവദുർഗ, അതുപോലെയുള്ള നവരാത്രി ഉപാസനകൾ, ദശമഹാവിദ്യ ഉപാസനകൾ, ഗണപതി ഉപാസനകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഉപാസന പദ്ധതികൾ നമുക്കുണ്ട്. ഇതൊക്കെ
വേറെ ഏതോ ഒരു ദേവതയെ സന്തോഷിപ്പിക്കാൻ എനിക്ക് പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ആകാശത്ത് മറഞ്ഞിരിക്കുന്ന സൂക്ഷ്മാകാശത്തിൽ ഇരിക്കുന്ന ഒരു ദേവതയെ എന്താ പറയുക പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാനാകുന്ന ഈ അസ്തിത്വത്തിൻ്റെ ലക്ഷ്യങ്ങളെ, സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തന്നെ ഉള്ളിൽ ഈശ്വരൻ സ്ഥാപിച്ച ശക്തിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ മാത്രമാണ്. പലരും ഈ ഉപാസന എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കുക ഇതൊക്കെ വലിയ കാര്യമല്ലേ, ഇനി ഉപാസന ചെയ്തതിൻ്റെ ഞാൻ ഉപാസന നിർത്തിയ എൻ്റെ കുട്ടികൾക്ക് അതിൻ്റെ പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് പാനിക് കോൾസ് വരാറുണ്ട് സാധന ഉപാസന എന്നൊക്കെ പറയുമ്പോൾ. ഇതിലൊരു പരിധി വരെ കുറേ ഈ പറയുന്ന ഇന്നത്തെ ഗുരുക്കന്മാർ എന്നെ അടിച്ച് ആക്ഷേപിക്കുന്നതും അല്ലെങ്കിൽ അടച്ച് ആക്ഷേപിക്കുന്നതും ശരിയല്ല. കുറേയൊക്കെ ഒരു പൗരോഹിത്യ സമൂഹം ഇതിൽ വലിയൊരു ഭാഗം, അതായത് ഈ സാധാരണ ജനങ്ങളെ പേടിപ്പിച്ചിട്ട്, അതായത് അതൊരു സെമിറ്റിക് മത സിദ്ധാന്തമാണ് ശരിക്കും. ഈശ്വരനെ ഒരു പേടിയുള്ള കൺസെപ്റ്റാക്കി അവതരിപ്പിക്കുക ഒരിക്കലും നമ്മുടെ പൂർവികരുടെ കൺസെപ്റ്റ് അല്ല. നമ്മൾ ഗുരുവായൂർ കണ്ണനെ എന്താ വിളിക്കണേ? ഉണ്ണി എന്നല്ലേ വിളിക്കണേ? ഏതെങ്കിലും ഒരു സംസ്കാരത്തിൽ നമുക്ക് അങ്ങനെ സാധിക്കുമോ? നമ്മുടെ പൂർവികരുടെ കൺസെപ്റ്റ് നമ്മൾ തന്നെ, നമ്മളിൽ ഒരാളാണ് ഈശ്വരൻ ശരിക്കും. ആ കൺസെപ്റ്റിനെയാണ് പേടിപ്പിച്ചിട്ട് പലരും കുളിച്ചാൽ ഈ പറയണ പോലെ എന്താ പറയുക, അത് ചവിട്ടി വിളക്കെത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോയി ഇടത് കൈ കൊണ്ട് വിളക്കെത്തിക്കാൻ പാടില്ല, ഇടത്തെ കാല് വെച്ചാൽ എന്തോ കുഴപ്പമാണ്, ഇങ്ങനെ പലതും പേടിപ്പിക്കും. ആദ്യത്തെ നിലവിളക്കിൽ കത്തിക്കുന്ന തിരി ആദ്യം വലത്തോട്ടായി പോയാൽ പ്രശ്നമാണ്, ഇടത്തോട്ടായി പോയാൽ അങ്ങനെയാണ്. ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി മിനിസ്ക്യൂളായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ പേടിപ്പിച്ചിട്ട് അവർക്ക് ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വളരെ പേടിയാണ്. കാരണം അവരെ ഗൈഡ് ചെയ്യാൻ ആളില്ല. ഇവിടെയാണ് കഴിഞ്ഞ ഈ പറയുന്ന പോലെ യതീശയിലൂടെ നമ്മൾ ചെയ്ത ആ കോഴ്സൊക്കെ വളരെ എന്താ പറയുക ഒരു ഗെയിം ചേഞ്ചേഴ്സ് ആയത്. കാരണം എത്രയോ ആളുകളുടെ കൺസെപ്റ്റ് തന്നെ മാറി. ആർത്തവ കാലത്ത് ഈശ്വരനെ ചിന്തിക്കാൻ പേടിച്ച ആളുകളുണ്ടായിരുന്നു, ആ സമയത്തൊക്കെ അവരുടെ വ്യക്തിപരമായ ആരാധനാക്രമത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആ ആർത്തവ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ തന്നിലെ ഈശ്വരൻ വിരിഞ്ഞു നിൽക്കുന്നതെന്ന് പോലും അവർക്ക് തിരിച്ചറിവുണ്ടായി. കാരണം എന്താ, ലളിതാ സഹസ്രനാമം ഈസ് ഓൾ അബൌട്ട് ബ്രഹ്മാണ്ഡ പുരാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ സൂക്ഷ്മ ശരീരം എന്താണെന്നും ഈ പറയുന്ന പോലെ ചക്രവ്യവസ്ഥ എന്താണെന്നും പൗർണമി അമാവാസി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൗർണമി അമാവാസി നമ്മുടെ DNA-യിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസസ്, ഹൗ വി ക്യാൻ ഓവർകം ദ ട്രോമാസ്, ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പഠിപ്പിച്ചത്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി ലളിതയിൽ ഉള്ളതാണ്, ലളിതാ സഹസ്രനാമത്തിലുള്ള. അതുപോലെ ദേവി മഹാത്മ്യം, ദാറ്റ് ഈസ് അനദർ സ്പ്ലെൻഡഡ് ടെക്സ്റ്റ്. കാരണം ഇതൊക്കെ നമ്മൾ വെറും ഒരു ചൊല്ലാൻ മാത്രമുള്ള സ്തോത്രം മാത്രമാക്കി വെക്കാനുള്ള ഒരു ടെക്സ്റ്റ് ആക്കിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ ലിമിറ്റഡ് ആവുന്നത്. രാമായണം, വാട്ട് ഈസ് ഓൾ അബൌട്ട് രാമായണം? രാമായണം എന്നുള്ളത് യഥാർത്ഥത്തിൽ ആത്മചൈതന്യത്തിൻ്റെ ഒരു യാത്രയാണ്. സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ട് ആത്മചൈതന്യത്തിൻ്റെ ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ രാമായണം. വാൽമീകി രാമായണം എഴുതിയത് നമ്മൾ ഈ കാണുന്ന യഥാർത്ഥ ശ്രീരാമൻ്റെ ഒരു ട്രെയ്റ്റ് ഉണ്ട് രാമായണത്തിൽ, അല്ലേ, ഒരു പോർട്രേറ്റ് ഉണ്ട്. അത് വെച്ചിട്ടാണ് പലരും ബ്ലോഗ് എഴുതുക. ശ്രീരാമൻ സീതയെ കാട്ടിൽ കൊണ്ട് തള്ളിയ മാസ്കുലിൻ ഷോവനിസ്റ്റാണ്, ഇവരെയാണോ നിങ്ങൾ പിന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് ആരാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലോഗ് എഴുതും. സത്യം പറയാൻ സഹതാപം തോന്നും, ചിരി വരും അത് കാണുമ്പോൾ, അങ്ങനെയുള്ള ബ്ലോഗൊക്കെ കാണുമ്പോൾ. കാരണം എന്താ, വാൽമീകി രാമായണം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. ഓരോ കഥാപാത്രത്തെയും വെറുതെ സംസ്കൃത നിഘണ്ടു എടുത്ത് നോക്കിയാൽ അറിയാം. ഇറ്റ്സ് ഈസ് ഓൾ അബൌട്ട് ഫിലോസഫി. ആത്മാവിൻ്റെ സ്വയം തിരിച്ചറിയുവാനുള്ള യാത്ര, അതായത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ആ പ്രോഗ്രഷനെയാണ് രാമായണം എന്ന് വിളിച്ചിട്ടുള്ളത്. അതിൽ ആത്മചൈതന്യത്തെയാണ് ശ്രീരാമൻ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ 4 സഹോദരന്മാർക്കുള്ള ഡ്യൂട്ടീസ് എന്താണ്? യഥാർത്ഥത്തിൽ വേദസാരത്തെ സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വാൽമീകി രചിച്ച ഒരു ഇതിഹാസമാണത്. അത് എങ്ങനെയാണ്? ഇന്നിപ്പോൾ നമ്മൾക്കറിയാലോ, ഒരുപാട് മൂവീസ്, ഇപ്പോൾ പട്ടാൻകോട്ട് അറ്റാക്കിനെ പറ്റിയിട്ട് മൂവീസ് വന്നിട്ടുണ്ട്. ആ മൂവി കണ്ടാൽ ചിലപ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുക, അതേപോലെയാണ് അന്ന് രാത്രി അവിടെ സംഭവിച്ചതെന്നാണ് വിചാരിക്കുക, അല്ലേ? ആക്ച്വലി അങ്ങനെയാണ് വിചാരിക്കുക. പക്ഷേ അങ്ങനെയല്ലല്ലോ. അതിൽ ഒരു 50% കാര്യം സത്യമായിരിക്കും, 50% എക്സാജറേറ്റഡ് ആണ്. ഈ ഇതിഹാസങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ വാൽമീകി വളരെ ബ്രില്യൻ്റ് ആയ ഒരു ആളായതുകൊണ്ട് എന്ത് ചെയ്തു, സ്ഥലനാമങ്ങൾ വളരെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്തു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികരെപ്പോഴും നോളജ് സ്റ്റോർ ചെയ്ത് വെച്ചത് ഡിവൈസസിലായിരുന്നില്ല, ബുക്സിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാനുസ്ക്രിപ്റ്റ്സിലോ അല്ല, പ്രജ്ഞയിലാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലങ്ക എന്നുള്ള ജോഗ്രഫിക്കൽ ഏരിയ നിലനിൽക്കുന്നിടത്തോളം കാലം രാവണൻ നമുക്ക് ഓർമ്മ വരും. ഓക്കെ, UP-യിൽ അയോധ്യ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ശ്രീരാമൻ ഓർമ്മ വരില്ലേ?
അപ്പം വാൽമീകി ചെയ്തത് വളരെ വളരെ ഇൻ്റലിജൻ്റായ വർക്കാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു യാത്രയെ അദ്ദേഹം ജോഗ്രഫിക്കൽ ഏരിയ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തു, കണക്ട് ചെയ്തു. അതുകൊണ്ട് എന്താണ് രാമായണം എന്നുള്ളത്, ഈ വെറുതെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് എടുത്ത് നോക്കിയാൽ രാമായണം ഹൃദ്യസ്ഥമായിരിക്കും ഏതൊരു ഭാരതീയനും. അങ്ങനെയാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. പക്ഷെ അതിലൊക്കെയുള്ള തത്വം, ഈവൻ ഈ പറയുന്ന സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? ബാലിയുടെ സഹോദരൻ, അങ്ങനെയല്ലേ മനസ്സിലാക്കിയിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ വാൽമീകി നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നല്ല. യോഗശാസ്ത്രത്തിൽ അനാഹതത്തെയും ആജ്ഞയും കണക്ട് ചെയ്യുന്ന പാലമാണ് ഗ്രീവം. ഹ്യൂമൻ ബ്രെയിനിൻ്റെ എല്ലാ കമ്മ്യൂണിക്കേഷനും നടക്കുന്ന ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഏത്? നമ്മുടെ കഴുത്ത്, ഗ്രീവം. അനാഹതം എന്നുള്ളത് നമ്മുടെ ഹാർട്ട് ഏരിയ ആണ്, നമ്മുടെ ഇമോഷൻ ജനറേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്ന ഏരിയ. സോ ദ ബ്രെയിൻ ആൻഡ് ദ ഇമോഷനെ കണക്ട് ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ആര്? സുഗ്രീവൻ. ശ്രീരാമൻ എന്ന ആത്മാവിന് അദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് പോകാനുള്ള കണക്റ്റിംഗ് പാക്റ്റ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്താ പറയുക, സുഗ്രീവനുമായിട്ട് കരാർ ഏർപ്പെടുന്നത്. കാരണം എന്താ? ഇഫ് ഹി ഹാസ് ടു മൂവ് അപ്പ് ഫോർ ദ സെൽഫ് റിയലൈസേഷൻ ഹി ഡെഫിനറ്റ്ലി ഹാവ് ടു ഹാവ് ദാറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും അത്. ഈവൺ അതിൻ്റെ സംസ്കൃത പദാർത്ഥം എടുത്ത് നോക്കിയാൽ, നിഘണ്ടുവിൽ പോയി നോക്കിയാൽ പോലും വെരി ക്ലിയർ. ഹനുമാനെ എടുത്ത് നോക്കിയാൽ പ്രാണൻ്റെ ഡയമെൻഷനെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആത്മാവ് എൻ്റെയും അങ്ങയുടെയും ബോഡിയിൽ വസിക്കണമെങ്കിൽ പ്രാണ ഈസ് എ ഡെഫിനറ്റ് സോഴ്സ്, അതില്ലാതെ വസിക്കാൻ സാധിക്കില്ല. അപ്പം ശാസ്ത്രത്തെയും തത്വത്തെയും മിക്സ് ചെയ്ത് ജോഗ്രഫിക്കൽ ഏരിയയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് രചിച്ച മഹത്തായ ഗ്രന്ഥമാണ് ശരിക്കും രാമായണം. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ശ്രീരാമൻ എന്ന കഥാപാത്രത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ചിന്തിക്കും. എന്നിട്ട് ആ കഥാപാത്രം ചെയ്ത ശരിയും തെറ്റും എണ്ണി നോക്കിയിട്ട് അദ്ദേഹം ഒരു മെയിൽ ഷോവനിസ്റ്റാണ്, സോ ഇയാളെ നമുക്ക് ആരാധിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അപ്പം ഇങ്ങനെ ഈ രാമായണം എടുത്ത് നോക്കിയാൽ ഇറ്റ്സ് എമേസിങ് ശരിക്കും. ഇനിയിപ്പം മഹാഭാരതം എടുത്ത് നോക്കിയാൽ അവിടെ ധർമ്മത്തിനാണ് പ്രാധാന്യം, ഇപ്പുറത്ത് സെൽഫ് റിയലൈസേഷനാണ് പ്രാധാന്യം രാമായണത്തിൽ. അപ്പുറത്ത് പോയാൽ ധർമ്മ, അതായത് ദ വേ ഓഫ് ലൈഫ്, മാൻകൈൻഡ് എവല്യൂഷന് വേണ്ടിയിട്ട് എഴുതിയത് തന്നെയാണ് ഈ ടെക്സ്റ്റ്. ആ എവല്യൂഷന് ആ ധർമ്മ പ്രിൻസിപ്പിൾസ് പഠിപ്പിച്ചത് തന്നെയാണ്. ഇപ്പം ഭഗവത്ഗീത എന്ന ആ ഒരു 700 ശ്ലോകം, ഇറ്റ്സ് ഓൾ അബൌട്ട് സൈക്കോളജി, കോൺഷ്യസിനെ എങ്ങനെ യൂസ് ചെയ്യാം. ഇനി ഇതേ ടെക്സ്റ്റിനെ വേറൊരു ഡയമെൻഷനിൽ നമ്മൾ കാണുന്നതാണ് ദേവി മഹാത്മ്യം. ബോത്ത് ആർ സെയിം. ഒന്ന് ആപ്ലിക്കേഷൻ തലത്തിൽ, ഉപാസന തലത്തിലാണ് ദേവി മഹാത്മ്യം എങ്കിൽ ഒന്ന് ചിന്താതലത്തിലാണ് ഭഗവത്ഗീത. അപ്പോൾ ഇതൊക്കെ അവതരിപ്പിച്ചത് എന്തിനാണ്? ഈ പറയുന്ന വരും തലമുറ ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് അവർ ലോകത്തെ അനുഭവിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ വരുന്ന വെല്ലുവിളികൾ, സ്വപ്നങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ നേരത്തുണ്ടാവുന്ന തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ എങ്ങനെ തരണം ചെയ്യും, ഡിലേമാസ് എങ്ങനെ, ഹൗ വിൽ ടാക്കിൾ ഓൾ ദീസ് തിങ്സ്. ഇതിന് ശാസ്ത്രീയമായിട്ട് തത്വം ബേസ് ചെയ്ത് പഠിക്കണം ഓരോന്നും. ഇപ്പം നമ്മൾ പഞ്ചോപചാര പൂജ നമ്മൾ ലളിതാ സഹസ്രനാമത്തിലെ അമ്മമാരെയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം പഞ്ചോപചാര പൂജ അവരിത് പഠിച്ചപ്പം പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് ഞങ്ങൾ കാണാറുണ്ട്, ക്ഷേത്രത്തിലൊക്കെ പോയാൽ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ എന്താ തത്വം അതറിയില്ല. ഞങ്ങൾ അപ്പോൾ വീട്ടിലൊക്കെ ഗണപതി ഹോമത്തിനൊക്കെ വന്നാൽ ചെയ്യുന്ന കാണാറുണ്ടോ? ആ കാണാറുണ്ട്. ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം പറഞ്ഞു തരാറുള്ളത് നമ്മൾ ചോദിക്കലില്ല, കാരണം ഇതൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. ബട്ട് ദ മൊമെൻ്റ് ആ തത്വം അവർക്ക് പറഞ്ഞു കൊടുത്ത സമയത്ത് ആക്ച്വലി ദേ വർ ഇൻ ബ്ലിസ്. കാരണം എന്താ, ഞാനൊരു ക്ഷേത്രത്തിൽ ഒരു പൂവോ അല്ലെങ്കിൽ നെയ്യോ അഗർബത്തിയോ എന്ത് വേണമെങ്കിലും അർച്ചന ചെയ്യുമ്പം എന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബീങ്ങിനെയാണ് ഞാനവിടെ കൊടുക്കുന്നത്, എന്നെയല്ല കൊടുക്കുന്നത്, ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് ഞാൻ കൊടുക്കുന്നത്. ബട്ട് പഞ്ചോപചാരത്തിൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാനാകുന്ന ഈ അസ്തിത്വം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 5 elements ഓഫ് നേച്ചർ, റൈറ്റ്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഞാൻ ആദ്യം അവിടെ അപാത്മനാ ജലം കൽപ്പയാമി എന്ന് പറയുമ്പോൾ എൻ്റെ ബോഡിയിലുള്ള ജലതത്വത്താൽ ഞാൻ എൻ്റെ ഹൃദയകമലത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന ആ ദേവതയെ സ്നാനം അല്ലെങ്കിൽ അഭിഷേകം ചെയ്യിപ്പിക്കുകയാണ്. അവിടെ ഞാൻ എക്സ്റ്റേണൽ റിസോഴ്സായ ജലം എടുത്തിട്ടല്ല അഭിഷേകം ചെയ്യുന്നത്, എൻ്റെ ഉള്ളിലുള്ള ഓൾറെഡി മൈ ബോഡി ഈസ് ഹാവിങ് ദിസ് എലമെൻറ്റ്, ആ എലമെൻ്റ് എടുത്തിട്ടാണ് ഞാൻ ദേവിക്ക് ആരാധന. അങ്ങനെ എൻ്റെ ബോഡിയിലുള്ള ഈ പഞ്ചഭൂതങ്ങളെയും ഞാൻ എടുത്തിട്ടാണ് ദേവിക്ക് സമർപ്പിക്കുന്നത്. ലിറ്ററലി ഞാൻ എന്ന അസ്തിത്വം ആ അസ്തിത്വവുമായി മേർജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ആചരണങ്ങൾക്കും തത്വമുണ്ട്. തത്വം അറിയുമ്പം വി ക്യാൻ എന്താ പറയുക, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മറ്റത് വെറും ഗോഷ്ഠിക്കളിയാണ്.
ഈ പറയുന്ന പോലെ. അപ്പം എപ്പോഴും നമ്മളിപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് ഈ ഗോഷ്ഠി കളികളിലാണ്. അതിൽ നിന്ന് സാധാരണക്കാരനെ പുറത്തേക്ക് കൊണ്ടുവരണം. അവന് ഈ തത്വം പറഞ്ഞു കൊടുക്കണം. തത്വം പറഞ്ഞ് അത് അവനെ അനുഭവിപ്പിക്കണം. ഇപ്പം ഞാനും അങ്ങയും ഇപ്പം ദ മോസ്റ്റ് മോഡേൺ ഒരു നല്ലൊരു കപ്പച്ചീനോ കുടിച്ചു എന്ന് വിചാരിക്കാം, ഏതെങ്കിലും ഒരു മോസ്റ്റ് മോഡേൺ ഔട്ട്ലെറ്റിൽ പോയിട്ട്. അത് എങ്ങനെ പെൻ ഡൗൺ ചെയ്താലും ആ ടേസ്റ്റും എക്സ്പീരിയൻസും വേറെ ആൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പം സ്വയം എക്സ്പീരിയൻസിൽ മാത്രമേ നമുക്കൊരു അസ്തിത്വത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അതിന് ഏത് ടെക്സ്റ്റ് ആയാലും, അല്ലെങ്കിൽ ഏത് ഒരാൾ ക്ലാസ് എടുത്താലും, അല്ലെങ്കിൽ ഏത് മഹാഗുരു വന്ന് ക്ലാസ് എടുത്താലും, ഓൺ എക്സ്പീരിയൻസ് ആണ് ഈശ്വരൻ. ഈ ഉപാസനയിലൂടെ അത് എക്സ്പീരിയൻസ് തീർച്ചയായും. കാരണം എന്താണ്, നമ്മൾ ഈ ലളിതാ സഹസ്രനാമം എന്താ നമ്മൾ ചെയ്തത്? ദേവിയുടെ 1000 ഗുണം. ദേവി തന്നിൽ നിന്ന് വ്യത്യസ്തമല്ല, തന്നിൽ തന്നെയുള്ള അസ്തിത്വമാണ് ദേവി. അപ്പോൾ ഈ 1000 ഗുണം ആരുടേതാണ്? എൻ്റെയും അങ്ങയുടെയും പ്രജ്ഞയിൽ ഒളിഞ്ഞു കിടക്കുന്ന 1000 ക്വാളിറ്റീസാണ് സഹസ്രനാമങ്ങൾ. അത് ഞാൻ ജപിക്കുന്ന സമയത്ത് എന്നിൽ നിന്ന് പുറത്തുള്ള ഒരു ദേവിയോടല്ല ഞാൻ പറയണത്. വി ആർ ടോക്കിംഗ് ടു അവർ ഓൺ സബ് കോൺഷ്യസ് മൈൻഡ്. എൻ്റെ ഉള്ളിലും അങ്ങയുടെ ഉള്ളിലും ഒളിഞ്ഞു കിടക്കുന്ന ഈ 1000, ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മുടെ കുഞ്ഞിന്, ഒരു കരയുന്ന കുഞ്ഞിന്, നമ്മളെ കുഞ്ഞ് ഇപ്പം കരഞ്ഞിരിക്കുകയാണെങ്കിൽ അവനെ ഇങ്ങോട്ട് വിളിച്ച് മടിയിലിരുത്തി നമ്മൾ തലോടി പറയും, നീ എൻ്റെ പൊന്നാണ്, അല്ലേ, എൻ്റെ ഭാവിയാണ്, എൻ്റെ പ്രതീക്ഷയാണ് എന്നൊക്കെ പറയുമ്പം ആ ഡിപ്രസ്ഡ് മോഡിൽ വന്ന ആളുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും? ഒരു 5-10 ഗുണം നമ്മൾ അവനോട് തന്നെ പറയുമ്പം ഹീൽ ബി ബ്ലോസംഡ്, റൈറ്റ്? ഇത് തന്നെയാണ് ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ, ഏത് സഹസ്രനാമം ജപിക്കുമ്പോൾ നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ, ഇത് അറിയാത്തത് കൊണ്ടാണ് നമ്മൾക്കിത് ജപിക്കുമ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടാത്തത്. ഒരു 90% ആളുകൾ വിചാരിക്കുന്നത് ഞാൻ ഈ ജപിക്കുന്നത് എനിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഏതോ ദേവത കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജപിക്കുകയാണെന്നാണ്. അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ ഗുണം കിട്ടാത്തത്. നേരെ മറിച്ച് ഞാനിത് ആരോടാ പറയണേ? എൻ്റെ തന്നെ പ്രജ്ഞയിൽ ഒളിഞ്ഞു കിടക്കുന്ന 1000 ഗുണം എന്നോട് തന്നെ പറയുകയാണ്, നീ മാതാവാണ്, നീ മഹാരാജ്ഞിയാണ്, നീ ശ്രീമത് സിംഹാസനേശ്വരിയാണ്. ഇങ്ങനെ പറഞ്ഞാകുമ്പം ഐ വിൽ ഗെറ്റ് ദറ്റ്, ഓ ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നത്? ഇത് തന്നെയാണ് നവദുർഗയിലും. എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന 9 ആളുണ്ട്, 9 ദുർഗകളുണ്ട്. ഈ ദുർഗകളെ നമ്മൾ ഇൻവോക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി യു വിൽ വിൻ യുവർ ലൈഫ്, അല്ലെങ്കിൽ യു ആർ ഗോയിങ് ടു മാനിഫെസ്റ്റ് യുവർ ഡ്രീം. യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. കാരണം ഇത് എങ്ങനെ സംഭവിക്കുന്നു? ആ ഡ്രീം അച്ചീവ് ചെയ്യുന്നതിന് തന്നെ 10 ഡയമെൻഷൻസ് ഉണ്ട്. അതാണ് ദശമഹാവിദ്യകൾ. അപ്പോൾ ഇങ്ങനെ സയൻറ്റിഫിക്കായിട്ട് താത്വികപരമായിട്ട് അവരോട് പറഞ്ഞിട്ട് ഒരു മന്ത്രം എടുത്ത് ജപിക്കാൻ പറഞ്ഞാൽ അവർക്കറിയാം ഇത് ആരോടാണ് പറയുന്നത്. തത്വം അറിയാതെ പോയാൽ അവരെന്ത് ചെയ്യും? കാട്ടിക്കൂട്ടും എന്തെങ്കിലും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറയും ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല പറയും. അപ്പം ഓൺ എക്സ്പീരിയൻസ്, അതിന് ഉപാസനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഓൺ എക്സ്പീരിയൻസ്. ഉപാസന കഴിയുന്നതോടുകൂടി അവർക്കതിനെ അനുഭവിക്കാൻ സാധിക്കും. ഇപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ ബാച്ചിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 500 പീപ്പിൾ അറൗണ്ട് ഇത് ചെയ്യുന്നുണ്ട്, ഈ റിച്വൽസ്. എവറി മന്ത് നവരാത്രി നമുക്ക് പൊതുജനങ്ങൾക്ക് അറിയുന്നത് ഈ വർഷത്തിലൊന്ന് മാത്രമാണ്. യഥാർത്ഥത്തിൽ എല്ലാ മാസത്തിലും നവരാത്രി ഉണ്ട്. അമാവാസി കഴിഞ്ഞിട്ട് പ്രഥമ മുതൽ വരുന്ന 9 ദിവസങ്ങൾ നവരാത്രിയാണ്. ഈ ബാച്ചിലുള്ള 500 ആൾക്കാരും എവറി മന്ത് ദേ ആർ പെർഫോമിങ്. അതിൽ ദിയർ ലൈഫ് ഹാസ് എന്താ പറയുക ചേഞ്ച്ഡ്, കംപ്ലീറ്റ്ലി ഇവോൾവ് ആൻഡ് ചേഞ്ച്ഡ്. അപ്പോൾ അത് ബാക്കിയുള്ള ജനങ്ങൾക്കും കൂടെ എത്തിക്കണം. അതാണ് ഈ വർഷം കുറച്ചുകൂടെ ബൃഹത്തായിട്ട് ദശമഹാവിദ്യയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് അതിനെ ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം നമ്മളെപ്പോഴും പറയാമല്ലോ, ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ സക്സസ് ആയാൽ പിന്നെ അതിൻ്റെ എൻഹാൻസ്മെൻറ്റ്സ് വരും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു വർഷം കൊണ്ട് ഇത് പ്രൂവ് ചെയ്തു. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനി ഒരുപാട് ആളുകളിലേക്ക് എത്തണം. സ്വാഭാവികമായിട്ട് ഒരുപാട് ആളുകളുടെ ജീവിതം മാറണം. ഈശ്വരൻ എന്നുള്ളത് അനുഭവിക്കാനുള്ളതാണ്. അത് വേറൊരാൾ പറഞ്ഞറിയേണ്ടതല്ല, സ്വയം അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ അതിന് എല്ലാവരെയും സഹായിക്കട്ടെ ഈശ്വരി. അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേക്ക് ഒരുപാട് നന്ദി.